പ്രിയ ഷാനോടും ബിനിയാൻറ്റിയോടും റിജോയ്സിലുള്ള ദൈവ മക്കളോടെല്ലാവരോടും ചേർന്ന് ഒരു ആത്മീക കൂട്ടായ്മ ഈ ദേശത്ത് ദൈവം ആദ്യമായി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ മുഖമൊന്ന് കാണാനും ഒരുമിച്ച് ഒരു ആത്മീക കൂട്ടായ്മ ആചരിപ്പാനും ദൈവം ഇടയാക്കി ഈ നല്ല സാവകാശത്തിന് ദൈവത്തോടും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സഹോദരൻ്റെ പൗത്രനും റോണി കുടുംബം, മാതാവ്, പ്രിയപ്പെട്ടവർ എൻ്റെ കൂടെയുണ്ട്. അവരോടൊപ്പം ഒരു ആത്മീയ കൂട്ടായ്മ ഈ ദേശത്ത് ദൈവം തന്നതിനാലും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സണ്ണിച്ചാൻ പറഞ്ഞ പോലെ പ്രിയ മകളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് ഈ കുടുംബവുമായിട്ട് ഒന്ന് അടുക്കാൻ ദൈവം എന്നെ സഹായിച്ചത്. ലെസ്ലിയുടെയും പാസ്റ്റർ ടി എബ്രഹാമിൻ്റെയും കുടുംബവുമായിട്ട് 2 പതിറ്റാണ്ടിൻ്റെ ബന്ധം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. കോട്ടയത്തുള്ള തിയോളജിക്കൽ സെമിനാരിയുടെ ബോർഡ് മെമ്പേഴ്സിൽ ഒരാളാണ് പാസ്റ്റർ ടി എബ്രഹാമും ലെസ്ലിയും. ന്യൂയോർക്കിൽ പോകുന്ന സമയത്തൊക്കെ അവരുമായിട്ട് വളരെ അടുത്ത ആത്മീക കൂട്ടായ്മ ആചരിപ്പാനും സെമിനാരിയുടെ ലീഡർഷിപ്പിൽ, US-ലുള്ള ലീഡർഷിപ്പിൽ ആ കുടുംബം വളരെ സജീവമായി, ഏകദേശം 300 ബോർഡ് മെമ്പേഴ്സുള്ള ഒരു സെമിനാരിയാണ്. അതിൽ ശക്തമായ നേതൃത്വം കൊടുക്കാൻ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചു. പാസ്റ്റർ ടി എബ്രഹാമിൻ്റെ കാര്യമാണ് പറയുന്നത്. ലെസ്ലിയുടെ വിവാഹത്തിൻ്റെ സമയത്ത് ഈ ഭവനവുമായിട്ട് വളരെ അടുത്തറിയാനും, കാരണം ലെസ്ലിയുടെ നാട്ടിലെ പാസ്റ്റർ കൂടിയാണ് ഞാൻ, അടുത്തറിയാനും അവരുടെ സുവിശേഷാത്മാവ് മനസ്സിലാക്കാനും അവരുടെ കർത്താവിനോടുള്ള സ്നേഹവും ആദരവും ദൈവവേലയോടുള്ള അവരുടെ കാഴ്ചപ്പാടും വളരെ അടുത്തറിയാൻ കർത്താവ് സഹായിച്ചു. ഒരു ആത്മീക കൂട്ടായ്മ ഒരുപക്ഷെ ആ വിവാഹ ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ആ പ്രിയ സണ്ണിച്ചാനുമായിട്ട് എനിക്ക് ലഭിക്കുന്നത്, ഇവിടെ വന്ന് ലഭിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള കൂട്ടായ്മ അനുഗ്രഹമാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അനീഷ് പാസ്റ്റർ പറഞ്ഞ പോലെ വളരെ ചെറിയൊരു വിസിറ്റിനാണ് ഞാൻ ദോഹയിൽ വന്നത്. ഞാനും ഒരു 9 ദിവസത്തേക്ക്, അതിൽ 7 ദിവസം കഴിഞ്ഞു. മറ്റന്നാൾ മടങ്ങിപ്പോവുകയാണ്. നിങ്ങൾ കോട്ടയത്തുള്ള സെമിനാരി ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിരിക്കാൻ വകയില്ല, ഇന്ത്യയിൽ 25 സംസ്ഥാനങ്ങളിൽ നിന്നും അയൽ രാജ്യങ്ങളിൽ നിന്നുമായി 500-ലധികം വിദ്യാർത്ഥികൾ കോട്ടയത്ത് പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ തദ്ദേശീയരായ മിഷണറിമാരെ ട്രെയിൻ ചെയ്ത് മിഷൻ ലീഡേഴ്സാക്കി പ്ലേസ് ചെയ്ത് ലോക്കലി മിഷണറീസിനെ ട്രെയിൻ ചെയ്ത് അവരോടൊപ്പം ചർച്ച് പ്ലാൻ ചെയ്യുന്ന വലിയൊരു ശുശ്രൂഷയിലാണ് ഞങ്ങളായിരിക്കുന്നത്. ഞാൻ 21 വർഷമായി കോട്ടയത്ത് വന്നിട്ട്. 2003 ഇതെൻ്റെ 22ാമത്തെ വർഷമാണ്. കോട്ടയത്ത് പ്രിൻസിപ്പളായിട്ട് 14 വർഷം മാത്രമേ ആയുള്ളൂ. അതിന് മുമ്പ് ഡോക്ടർ ഇടിശ്രീ നൈനാനായിരുന്നു സെമിനാരിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹം സൊസൈറ്റിയുടെ, അല്ലെങ്കിൽ സെമിനാരിയുടെ പേരൻറ് ബോഡിയായ സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. വിശാലമായ ധാരാളം ആളുകൾ സഹകരിച്ച് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ബീഹാർ, UP, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഈ സംസ്ഥാനങ്ങളിൽ വളരെ ക്രമീകൃതമായ മിഷൻ വർക്കുകൾ നടക്കുന്നു. ഇത് ലൈവ് അല്ലെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. 2007 മുതൽ 100 കണക്കിന് ആളുകളെ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ മിഷൻ ലീഡേഴ്സാക്കി 4 വർഷത്തെ ട്രെയിനിങ് കൊടുത്ത്, ഹു ആർ കേപ്പബിൾ ഓഫ് ബിൽഡിംഗ് അപ്പ് ഓർ ട്രെയിനിങ് ലോക്കൽ മിഷണറീസ്. അതേപോലെ സ്ട്രാറ്റജിക്കായിട്ട് 100 കണക്കിന് സഭകൾ സ്ഥാപിക്കാൻ ദൈവമിടയായി. ഞങ്ങളുടെ ഗ്രാജുവേറ്റ്സ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പഞ്ചാബ് സൈഡിലോട്ടൊക്കെ പോയപ്പോഴും 2000 പേര് വരെയുള്ള സഭകളുണ്ട്. 0 തുടങ്ങിയതാണ്, ശൂന്യതയിൽ നിന്ന് തുടങ്ങിയതാണ്. ബീഹാറിലും UPയിലും ഏകദേശം 170 ഫുൾ ടൈം വർക്കേഴ്സ്, പാസ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര പേര് കഴിഞ്ഞ 12 വർഷം കൊണ്ട് കർത്താവിനെ അറിഞ്ഞു കാണുമെന്നൊരു കണക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം 19,000 to 20,000, 20,000 പേര് ജലത്തിൽ സാക്ഷീകരിച്ചവരുണ്ട്. ഇവരൊന്നും വേറൊരു സഭയിൽ നിന്നല്ല, മറിച്ച് രക്ഷകനായ കുറച്ചു മുമ്പ് കർത്താവിനെ അറിഞ്ഞ വന്ന ദൈവമക്കളാണെന്ന് മനസ്സിലാക്കണം. ഞാൻ വളരെ സന്തോഷം തോന്നി. ഞാനിവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ടവരനോട് ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ മറ്റേ റൂമിൽ പോയി ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു. വേറൊരു മതവിഭാഗത്തിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടെ കടന്നു വന്ന് രാവിലെ ഇംഗ്ലീഷ് സർവീസ് ഉണ്ടായിരുന്നു തോന്നുന്നു, ഒരു സഹോദരന് വേണ്ടി. ഞാനത് സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. അവനോട് ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാം ഒരു മീനിങ്ലെസ്നെസ് അനുഭവിച്ചവരാ, എന്നാൽ ഞങ്ങളുടെ ലൈഫിന് മീനിങ് തന്നത് കർത്താവായ യേശു. ഈ യൗവന രക്തവും ഞങ്ങളുടെ ജീവിതായുസ് മുഴുവൻ കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, മറ്റൊന്നും ചിന്തിക്കാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ. മറിച്ച് കാരണം ദൈവം യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകനെന്ന് തിരിച്ചറിഞ്ഞ, അർത്ഥം തരുന്നവനെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തികൾ അവനെക്കുറിച്ച് പറയും, അവൻ്റെ വേലയിൽ സജീവമാകും. നിങ്ങൾ ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം.
ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 580-ലധികം വിദ്യാർത്ഥികളുണ്ട്. അതിൽ 200 പേര് ക്യാമ്പസിൽ ഫുൾ ടൈം താമസിച്ച് പ്രവർത്തിക്കുന്നു. സെമിനാരി മാത്രമല്ല, എനിക്ക് പറയാനുള്ള സമയമില്ല, വിശാലമായ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. ജീവൻ ജ്യോതി കൗൺസിലിംഗ് സെൻ്റർ എന്ന പേരിൽ ഒരു കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്. പ്രായമുള്ളവരെ ടേക്ക് കെയർ ചെയ്യുന്ന അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി ഉണ്ട്. കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന CDCകളുണ്ട്. ലോക്കലി മിഷണറീസിനെ ട്രെയിൻ ചെയ്യുന്ന 4 ട്രെയിനിങ് സെൻ്ററുകളുണ്ട്. ഭോപ്പാലിൽ മറ്റൊരു ക്യാമ്പസ് ഉണ്ട്. വൊക്കേഷണൽ ട്രെയിനിങ് നടത്തുന്ന കാര്യങ്ങളുണ്ട്. ബൈബിൾ ട്രാൻസ്ലേഷനിൽ ഇൻവോൾവ് ആണ്. ഞാൻ പറഞ്ഞത്, ഒരു സഭയുടെ വളർച്ചയ്ക്കും ദൗത്യ നിർവഹണത്തിനും എന്തൊക്കെ കാര്യങ്ങൾ ദൈവസഭ ചെയ്യണമോ ആ കാര്യങ്ങളെല്ലാം സജീവമായി ചെയ്ത് കഴിഞ്ഞ 24 വർഷം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കേരളം ഒരു ഹബ്ബാണെങ്കിലും ഇന്ത്യയിലുടനീളവും ബംഗ്ലാദേശിലും നേപ്പാളിലും മ്യാൻമാറിലും ഒരുപോലെ കർത്താവിൻ്റെ വേലയിലായിരിക്കാനും 1100 മിഷൻ ലീഡേഴ്സിനെ പ്ലേസ് ചെയ്യാനും ഏകദേശം അത്രയും തന്നെ മിഷണറീസിനെ പ്ലേസ് ചെയ്യാനും കർത്താവ് ഇടയാക്കി. ഇത് ഒരാളുടെ മഹത്വമോ ഒരാളുടെ പ്രവൃത്തിയോ അല്ല. എന്നോടൊപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ കാണും, ഇവിടെ വന്ന സജീവ് എബ്രഹാം ഉൾപ്പെടെ 50 പേര് ഞങ്ങൾക്ക് കോട്ടയത്ത് സ്റ്റാഫുണ്ട്. 50 പേര് എന്നോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. കോളേജിൽ തന്നെ, കോട്ടയത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഏകദേശം 240-ലധികം ഫുൾ ടൈം ആളുകൾ വിവിധ ഫീൽഡുകളിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇത് ദോഹയിൽ ധാരാളം പേര് ഇതിനോട് സഹകരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഒരാഴ്ചത്തേക്ക് ദോഹയിലേക്ക് വന്നത്. അവരെ ഒന്ന് റിവൈവ് ചെയ്യാനും കർത്തൃവേലയിൽ ഉത്സാഹിപ്പിക്കാനുമുള്ള താല്പര്യത്തോടെയാണ് ദോഹയിൽ കടന്നു വരാനായിട്ട് ഇടയായി തീർന്നത്. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം കർത്താവിൻ്റെ ദാസനിലൂടെ കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ദൈവസഭയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശേഷതയുള്ള ഒരു ദൈവിക ആലോചന തന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു അത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് ശേലപ്പാറ പറഞ്ഞതിൻ്റെ തുല്യമായ, അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ചിന്തയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. പക്ഷേ അതൊരു പുതിയ നിയമഭാഗത്ത് നിന്ന് ഞാൻ എൻ്റെ സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് മുമ്പ് ആ ഭാഗം ഞാൻ ഒന്ന് വായിച്ച് ഒന്ന് വിശദീകരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് എന്നോടൊപ്പം ഒന്ന് വരാമോ? ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായം 43 മുതലുള്ള വേദഭാഗങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നാം എടുക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 43 മുതലുള്ള വേദഭാഗങ്ങൾ ആർക്കെങ്കിലും ശബ്ദമുയർത്തി ഒന്ന് വായിക്കാമോ? അന്ന് 12 സംവത്സരമായി രക്തസ്രവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. എന്നെ തൊട്ടത് ആരെന്ന് യേശു ചോദിക്കുക, എന്നെ തൊട്ടത് ആര്? അടുത്തത് എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. അടുത്തത് യേശു പറയുക, ഒരാൾ എന്നെ തൊട്ടു. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അതിന്റെ കാരണം എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട്, തനിക്കിനി ഒളിച്ചിരിക്കാൻ ഒക്കത്തില്ല എന്ന് ആ സ്ത്രീ അറിഞ്ഞപ്പോൾ വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും ഉടനെ അവളുടെ ശരീരത്തിൽ സംഭവിച്ചതും സകല ജനവും കേൾക്കെ ഈ സ്ത്രീ വിളിച്ചു പറയുക. അവൻ അതായത് യേശു അവളോട് പറയുക, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതിനെ അതിപ്രധാനമായ ഒരു അത്ഭുതമാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അത്ഭുതം. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് തന്നെ തന്റെ ഉദ്ദേശം എന്താണെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് തന്റെ നസ്രത്ത് മാനിഫെസ്റ്റോയില് തന്റെ ദൗത്യ നിർവഹണം എന്താണെന്ന് പറയുന്ന ആ പ്രഖ്യാപനത്തില് യേശു പറഞ്ഞിട്ടുണ്ട്. സമ്പന്നന്മാർക്ക് വേണ്ടിയല്ല, മറിച്ച് കുരുടന്മാർക്ക് വേണ്ടി, മുടന്തർക്ക് വേണ്ടി, ജീവിതത്തിൽ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടി, പീഡിതന്മാർക്ക് വേണ്ടി, കെട്ടപ്പെട്ടവർക്ക് വേണ്ടി തന്റെ ദൗത്യത്തെക്കുറിച്ച് യേശു സവിസ്തരം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. നോക്കണമേ, നമുക്കൊത്തിരി സ്കോപ്പ് നൽകുന്ന ഒരു കാര്യമാണ് യേശുക്രിസ്തുവിന്റെ ഈ പ്രഖ്യാപനം. കാരണം നോക്കണമേ, അവൻ സമ്പന്നന്മാരെ നോക്കിയിരുന്നെങ്കിൽ
കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ നാം ആ ഗണത്തിൽ പെടത്തില്ലായിരുന്നു. നോക്കണമേ, ഉന്നതരെ നോക്കിയിരുന്നെങ്കിൽ നാം ആ ഗണത്തിൽ പെടത്തില്ലായിരുന്നു. അതുകൊണ്ടാ പൗലോസ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? സമ്പന്നന്മാരെ ലജ്ജിപ്പിപ്പാൻ ദൈവം എന്നെ പോലുള്ള നിങ്ങളെ പോലുള്ളവരെ തെരഞ്ഞെടുത്തു. ബുദ്ധിയുള്ളവരെയും ജ്ഞാനമുള്ളവരെയും ബലമുള്ളവരെയും ലജ്ജിപ്പിപ്പാൻ എൻ്റെ ദൈവം എന്നെ പോലുള്ള നിങ്ങളെ പോലുള്ള ആളുകളെ തെരഞ്ഞെടുത്തെങ്കിൽ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് വകയുണ്ട്. കാരണം നമ്മെ യോഗ്യരെന്നെണ്ണി, നാം യോഗ്യരെന്ന് കണ്ടല്ല, നമ്മളെ യോഗ്യരെന്നെണ്ണി എൻ്റെ ദൈവം തെരഞ്ഞെടുത്തതാണെന്ന് ഇന്ന് പകൽ മനസ്സിലാക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുക. നമ്മൾ യേശുക്രിസ്തുവിന്റെ ഈ സുവിശേഷ യാത്രയിൽ, ശുശ്രൂഷയിൽ യേശുക്രിസ്തു ഒരു ജെന്റൈൽ ടെറിട്ടറിയിലെത്തിയ, ജാതികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് എത്തുന്നുണ്ട്. അവിടെ വെച്ച് അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെ യേശു കാണുന്നുണ്ട്. നമുക്കറിയാം, അത് വിശദീകരിച്ച് നിന്നാൽ എൻ്റെ സമയം പോകും. ഞാൻ ഉദ്ദേശിക്കുന്ന ദൂത് പറയാനായിട്ടൊക്കത്തില്ല. ഈ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കിയപ്പോൾ തന്നിൽ നിന്ന് അശുദ്ധാത്മാവ് പുറപ്പെട്ട് ഭയങ്കര ഒരു പന്നിക്കൂട്ടത്തിൽ കയറിയിട്ട്, നമുക്കറിയാം അവിടെ നടക്കുന്നത്, ഈ പന്നിക്കൂട്ടം മുഴുവൻ നോക്കണം വെള്ളത്തിൽ ചാകുക. ദേശത്ത് ഭയങ്കര ഒരു ഭയം ഉണ്ടായി. ഭയം ഉണ്ടായപ്പോൾ ഈ ആളുകൾ വന്ന് യേശുവിനോട് പറയുന്നു, യേശുവേ നീ ഇവിടെ നിൽക്കണ്ട, നീ എങ്ങോട്ടെങ്കിലും പോയിക്കോ എന്ന് യേശുവിനോട് പറയുക. കാരണം ഇവർ ഭയപ്പെട്ടു പോയി. ഇതാരാ, എങ്ങനെയാ ഇത് പ്രവർത്തിക്കുന്നത്? അവരുടെ ഉപജീവനം തന്നെ ഒരുപക്ഷെ നഷ്ടത്തിലാക്കാവുന്ന, അവരുടെ ദേശത്തെ തന്നെ ഭയങ്കര മോശം സ്ഥിതിയിലേക്ക് കൊണ്ടുപോകാവുന്ന ഒരു വിശേഷണം യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലൂടെ അവിടെ സംഭവിക്കുക. അപ്പോൾ ഇവർ ഭയപ്പെട്ട് യേശുവിനോട് പറയും, യേശുവേ ഇവിടെ നിൽക്കണ്ട, പൊക്കോളാനായിട്ട് പറയുക. യേശു കടലിന്റെ ഇക്കരെ വരിക. ഇക്കരെ വരുമ്പോൾ യായിറോസിന്റെ മകള്, 12 വയസ്സുണ്ട് ഒരു കൊച്ചിന്, സൗഖ്യമില്ലാതിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത യേശുവിന്റെ ചെവിയിലെത്തുക. അപ്പോൾ യായിറോസിന്റെ ഭവനത്തിലേക്ക് പോകാൻ യേശു തുടങ്ങുന്ന സമയത്താണ്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോഴാണ്, നമുക്കറിയാം യേശുവിൻ്റെ ഒപ്പം എപ്പോഴും വലിയൊരു ക്രൗഡ് ഉണ്ടായിരിക്കും, വലിയ ആൾക്കൂട്ടം ഉണ്ടായിരിക്കും. ഇതിൻ്റെ നടുവിൽ നടക്കുന്ന ഭയങ്കര ഒരു സംഭവമാണ് നാം വായിച്ച ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ കാണുന്ന കാര്യമെന്ന് പറയുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഒരു വമ്പൻ ശുശ്രൂഷ കഴിഞ്ഞ യേശു വരുന്നത്, നമ്മുടെ ഭാഷയല്ല പറയുന്നത്, ഒരു വമ്പൻ ശുശ്രൂഷ കഴിഞ്ഞ യേശു വരുന്നത്. പ്രവചന ദൃഷ്ടിയ ഇനി നടക്കാൻ പോകുന്നതും ചെറുതായിട്ടുള്ളൊരു മിനിസ്ട്രി ഒന്നും അല്ല. യായിറോസിന്റെ മകളെ ഇപ്പം മരിച്ചിട്ടില്ലെങ്കിലും നോക്കണേ, ഉയർപ്പിക്കാനാ പോകുന്നത്, മരണശേഷം ഉയർപ്പിക്കാനാ പോകുന്നത്. നോക്കണമേ, അതിന്റെ നടുക്ക് ഞാൻ പറയുന്ന ദൂത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. നോക്കണമേ, ഇറലവന്റ് ആണെന്നും ഇൻസിഗ്നിഫിക്കന്റ് ആണെന്നും തോന്നുന്ന ജീവിത സാഹചര്യത്തിലും പ്രവർത്തിക്കാൻ എൻ്റെ യേശുവിന് കഴിയുമെന്ന് ഇന്ന് രാത്രി ഇന്ന് പകൽ വിശ്വസിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തെ പ്രബോധിപ്പിക്കുക. അത്ര കണ്ട് 2 അത്ഭുതങ്ങളുടെ നടുവിൽ നീറിപ്പുകയുന്ന നിനക്ക് വേണ്ടി ആ പോകുന്ന യാത്രയെ നിർത്തിയിട്ട് എന്നെ തൊട്ടതാരെന്ന് ചോദിക്കാൻ എൻ്റെ യേശുവിന് കഴിയുമെങ്കിൽ ഇന്നിവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന നിന്റെ മേല ഒരു ദൈവത്തിന്റെ നിയോഗമുണ്ടെങ്കിൽ അതിനെ തടുക്കാൻ യായിറോസിനും ഒക്കത്തില്ല, അതിനെ തടുക്കാൻ മറ്റൊരു ശുശ്രൂഷയ്ക്കും കഴിയത്തില്ല. നിൽക്കണമെന്ന് എൻ്റെ ദൈവം നിരൂപിച്ചാൽ നിന്റെ മേൽ ശക്തി പുറപ്പെടണമെന്ന് എൻ്റെ യേശുവിന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ യേശു അത് ചെയ്തെടുക്കുക തന്നെ ചെയ്യുമെന്ന് മനസ്സിലാക്കും. ഒന്നല്ല ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണമേ. എത്ര തവണ എൻ്റെ യേശു നിന്നിട്ടുണ്ടെന്ന് അറിയാമോ? ഇൻസിഗ്നിഫിക്കന്റ് ആണെന്ന് ലോകം പറഞ്ഞ ഒരു കുരുടനായ മനുഷ്യനുണ്ടായിരുന്നു. ബർത്തിമായി എന്നായിരുന്നു അവന്റെ പേര്. അവൻ ഭിക്ഷക്കാരനായിരുന്നു. അവന് റോഡിന്റെ നടുക്കോട്ട് വരാൻ യോഗ്യതയില്ലായിരുന്നു. ഒരു സൈഡിൽ ഒരു പുതപ്പും പുതച്ചിരുന്ന മനുഷ്യനെ വലിയൊരു പ്രൊസഷൻ വരികയാ. യേശുവിന് കീജൈ വിളിക്കുന്ന 100 കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അവൻ കീജൈ വിളിക്കുമ്പോഴും അതിന്റെ നടുവിൽ ഒരു കരച്ചിൽ എൻ്റെ യേശു കേൾക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാ, ഈ ലോകം മുഴുവൻ കീജൈ വിളിച്ചാലും, എത്ര ആരവമുണ്ടായാലും, മുന്നടക്കുന്നവർ ശാസിച്ചാലും, എന്തെല്ലാം നടന്നാലും അതിന്റെ നടുവിൽ ആവശ്യബോധത്തോടെ നിലവിളിക്കുന്ന നിനക്ക് വേണ്ടി നിൽക്കാൻ കഴിയുന്ന ലോകത്തൊരു ദൈവമുണ്ടെങ്കിൽ ഇന്നു പകൽ ദൈവമക്കളെ ഞാൻ വിളിച്ചു പറയുന്ന സത്യമാണിത്. ലോകത്തൊരു മനുഷ്യനും നിന്നില്ലെങ്കിൽ നിന്റെ നേർത്ത സ്വരത്തിന് മുമ്പിൽ, നിന്റെ കരച്ചിലിന് മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന എൻ്റെ യേശുവുണ്ട്. യേശുവിന് അങ്ങ് പോയാൽ മതിയായിരുന്നു.
ആരാ ശ്രദ്ധിക്കുന്നത്? അന്നത്തെ കാലത്ത് സ്ത്രീകൾ ഇൻസിഗ്നിഫിക്കൻ്റ്, സമൂഹത്തിൽ അത്ര കണ്ട് വിലയൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയാ ആളുകൾ കരുതിയിരുന്നത്. 2, സെറിമോണിയലി അൺക്ലീൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാ, സമൂഹം തിരസ്കരിച്ചതാ, മാറി നിൽക്കാൻ പറയുന്നതാ, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉള്ളതാ, മെയിൻ ലൈനിലേക്ക് വരാൻ യാതൊരു യോഗ്യതയുമില്ല. എന്നാൽ ആ ഒരു സ്ത്രീക്ക് വേണ്ടി ഒരു പ്രൊസഷൻ നിർത്തിയിട്ട് എൻ്റെ യേശു ചോദിക്കുക, ആരാ എന്നെ തൊട്ടത്? നീ എന്തിനാ മറഞ്ഞിരിക്കുന്നത്? നിന്റെ പേരെന്തിനാ ഹൈഡ് ചെയ്യുന്ന? കമോൺ, പുറത്തു വരിക, വിളിച്ചു പറയുക, ടെസ്റ്റിമണി പറയുക. എങ്കിൽ നിന്ന് പുറപ്പെട്ട ശക്തി ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് കൂട്ടത്തിൽ നിന്ന് പുറത്തു വരാൻ, ഒളിഞ്ഞിരിക്കുന്നതിൽ നിന്ന് പുറത്തു വരാൻ, മറഞ്ഞിരിക്കുന്നതിൽ നിന്ന് പുറത്തു വരാൻ, ഇൻസിഗ്നിഫിക്കന്റ് ആയ നിലവാരത്തിൽ നിന്ന് പുറത്തു വന്ന് ടെസ്റ്റിമണി പറയത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരോട് ഇന്ന് പകൽ ദൂത് പറയുകയാണ്. നോക്കണമേ, പേടിത്തൊണ്ടയായിരുന്ന, മാറ്റി നിർത്തപ്പെട്ടിരുന്ന, ഇഗ്നോർ ചെയ്യപ്പെട്ടിരുന്ന, കോർണർ ചെയ്യപ്പെട്ടിരുന്ന, ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു വ്യക്തിയെ അതിൻ്റെ കഥയുടെ അവസാനം യേശു അവളെ കൊണ്ട് പറയിപ്പിക്കുക. നിന്റെ വാ തുറന്ന് പറ. നോക്കണമേ, ആ സ്റ്റോറി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒതുക്കി കിടന്ന, ഒതുക്കി വെച്ചിരുന്ന, തഴഞ്ഞിരുന്ന, റെസ്ട്രിക്റ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയെ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവന്നിട്ട് അവളുടെ യേശുവിന് ഇത് അറിയാഞ്ഞിട്ടൊന്നും അല്ലല്ലോ, തൊട്ടതാരാന്ന് അറിയാൻ വയ്യായിട്ടാണോ യേശു ചോദിച്ചേ? അങ്ങനൊന്നുമല്ല, യേശുവിന് നന്നായിട്ട് അറിയാം. പക്ഷേ അതിൻ്റെ നടുവിൽ അവളുടെ നാവ് കൊണ്ട് പെതുക്കെ പറയുന്ന സാക്ഷിയല്ല, ഉറക്കെ 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 ആ തഴഞ്ഞ കോർണർ ചെയ്ത ജനത്തിന്റെ നടുവിൽ എഴുന്നേൽപ്പിച്ചു നിർത്തിയിട്ട് ഒരു ടെസ്റ്റിമണി പറയിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിലോ ഇന്നു പകൽ നീ ഒളിഞ്ഞിരുന്നു പറയുന്ന സാക്ഷ്യമല്ല, നമ്മളെ കൊണ്ട് സമൂഹത്തിന്റെ മധ്യത്തിൽ, തഴഞ്ഞവരുടെ മധ്യത്തിൽ, മാറ്റി നിർത്തിയവരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നൊരു ടെസ്റ്റിമണി പറയത്തക്കവണ്ണം എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു വ്യതിയാനം, ആ ഒരു മാറ്റം ഇന്നു പകൽ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതൊന്നും ഞാൻ പറയാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വന്നതല്ല. ദൈവം തന്ന ദൂത ദൈവസഭയോട് പറയാം. എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിച്ചുകൊണ്ട് വന്ന 3 ഒബ്സർവേഷൻ പറയാനാണ് ഈ സംഭവത്തിൽ. പക്ഷെ ദൈവം ഒരു ഗുരു പ്രൊസഷനോട് കൂടി പോവുക. ഭയങ്കര എഫക്റ്റീവ് മിനിസ്ട്രി കഴിഞ്ഞ് അടുത്തൊരു ഡൈനാമിക് മിനിസ്ട്രിയിലോട്ട് പോവുക. അതിൻ്റെ നടുവിൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആയ ഒരു ലേഡിക്ക് വേണ്ടി എൻ്റെ യേശു ജാഥ നിർത്തിയ ഈ പാസേജിൽ 3 പവേഴ്സ് ഉണ്ട്, 3 ശക്തികളുണ്ട്. ഒന്നാമതെന്ന് പറയുന്നത് പവർ ഓഫ് സിക്നസ്, രോഗത്തിൻ്റെ ഒരു ശക്തിയുണ്ട്. നമ്മുടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രോഗം എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ഇഷ്യൂ മാത്രമൊന്നുമല്ല. ലൂക്കോസ് ഒരു വൈദ്യനാണ്, ഒരു ഡോക്ടറാണ്. ഫിസിക്കൽ ഇഷ്യൂവിനെ പറ്റി വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. എഴുതുമ്പോൾ ആ ക്രെഡിബിലിറ്റി ഉണ്ടെന്ന് ചിന്തിച്ചോണം. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ രോഗികളുടെയൊക്കെ ആ ഡിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ എടുത്ത് ചെന്നാൽ ഡോക്ടർ ആദ്യം ചോദിക്കുന്നത് ഈ തലവേദന എത്ര നാൾ കൊണ്ട് തലവേദനയുണ്ട് അല്ലേ? കറക്റ്റായിട്ടാണ് പറഞ്ഞത്, 12 വർഷമായി. ഡോക്ടർ വളരെ ക്രെഡിബിളായിട്ടാണ് എന്നാ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അവതരിപ്പിക്കുന്നത്. അതേപോലെ യേശു ക്രിസ്തു ഗെത്സമന തോട്ടത്തിലായിരുന്നപ്പം വേർപ്പ് രക്തമായിട്ട് ഒഴുകിയ കാര്യമൊക്കെ ഡോക്ടറാണ് പറയുന്നത്. അതിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ചിന്തിക്കേണ്ടത്. ഒരു വൈദ്യം പറയുമ്പം അതിൻ്റെ എന്താ പറയുക ഒരു എഫക്റ്റീവ്നെസ് ഉണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മിക്ക സ്ഥലങ്ങളിലും യേശു രോഗത്തെ ശാസിക്കുമ്പോൾ അതിൻ്റെ കൂടെ പാപത്തെ മോചിക്കുന്നുമുണ്ട്. എത്ര ഉദാഹരണം വേണമെങ്കിലും പറയാം. ഞാൻ പറയാം, അതൊരു ഒരു യൂണിറ്റ് ആയിട്ടാണ് യേശു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ചെയ്യുന്നത്. ഇവിടെ 12 വർഷമായി ഈ രോഗത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോണം. എത്ര വർഷമായി? 12 വർഷമായി. പിന്നെ രണ്ടാമത് ഈ രോഗത്തിൻ്റെ പ്രത്യേകത സ്പെൻഡ് എവറിതിങ്. അതായത് ഈ സ്ത്രീയുടെ ഹോൾ വെൽബീയിങ്ങിനെ അഫക്റ്റ് ചെയ്തൊരു രോഗം. ഒന്നാമത് ദീർഘകാലമായി, രണ്ടാമത് പണം. ഒന്നും എൻ്റെ കൂടെ പറഞ്ഞില്ല. ഞാൻ ബേസിക്കലി ഒരു ടീച്ചറാണ്. ഇപ്പം ചർച്ചിൻ്റെ പാസ്റ്ററൊക്കെ ആണെങ്കിലും കഴിഞ്ഞ 10-27 വർഷമായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഇച്ചിരി പാടാ.
നിങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കണം. നിങ്ങളെ കുട്ടികളായിട്ടൊന്നുമല്ല ഞാൻ കാണുന്നത്, പക്ഷേ എൻ്റെ കുഴപ്പമാണ്, നിങ്ങളുടെ കുഴപ്പമല്ല. അപ്പം ഈ പണം മുഴുവൻ ചെലവായിപ്പോയി. 3, ഈ വ്യക്തിയുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെ ബാധിക്കുന്നുണ്ട്. കാരണം ആരും അടുത്ത് വരത്തില്ല. കോവിഡിൻ്റെ മുമ്പേ പാസ്റ്റർ പറഞ്ഞ പോലെ ഒരു എന്നാ പറയുക, ഐസൊലേറ്റഡാണ്. പിന്നെ ഒരു ഫിസിഷ്യൻ പറയുമ്പോൾ ഇതിനൊരു സീരിയസ്നെസ്സും ഉണ്ട്. ഇനി ഒരു വലിയ സ്കോപ്പ് ഒന്നുമില്ല. അത് ഏറിയൊന്ന് സഹിച്ചു. അതിൻ്റെ അർത്ഥം ഇനി സഹിക്കാനൊന്നുമില്ല, സഹിക്കാനുള്ളത് മുഴുവൻ സഹിച്ചു. ഇതൊരു സാധാരണ രോഗമല്ല. ഇതിനകത്ത് മതം ഉൾപ്പെടുന്നുണ്ട്, ഇതിനകത്ത് സോഷ്യൽ സ്റ്റാറ്റസ് ഉൾപ്പെടുന്നുണ്ട്. ഈ രോഗത്തിൽ ഞാനിത് വിശദീകരിക്കുന്നില്ല. ഇതിനകത്ത് ഇന്നത്തെ കാലത്തൊക്കെ പിന്നെയും കുറച്ചുകൂടെ ഓപ്പൺ കമ്മ്യൂണിറ്റിയാണ്. അന്നത്തെ കാലത്ത് സെറിമോണിയലി അൺക്ലീൻ മീൻസ് യു ആർ നോട്ട് സപ്പോസ് ടു കം ടു ദ സ്റ്റേജ്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതേ സ്റ്റേജ് അല്ല. യു ആർ നോട്ട് സപ്പോസ് ടു കം ടു ദ ക്രൗഡ്. ഒരു ക്രൗഡില്, ഒരു വീട്ടിൽ, ഒരു ദേവാലയത്തില്, ഒരു സിനഗോഗില് യു ആർ നോട്ട് അലൗഡ്. അനുവദിക്കപ്പെടാത്ത, ഐസൊലേറ്റഡ് ആയിട്ടുള്ള, സ്പിരിച്വാലിറ്റിയെ ബാധിക്കുന്ന, റിലീജിയോസിറ്റിയെ ബാധിക്കുന്ന, സോഷ്യൽ സിസ്റ്റത്തെ ബാധിക്കുന്ന, നമ്മുടെ ഇമോഷൻസിനെ ബാധിക്കുന്ന, നമ്മുടെ ഈഗോയെ ബാധിക്കുന്ന, ശരീരത്തെ ബാധിക്കുന്ന, പിന്നെ ഏറിയ ബാധിക്കാത്ത ഫിനാൻസിനെയും ബാധിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത് ബാധിക്കാത്ത ഏരിയ ഒന്നുമില്ല. ഇത് ഭയങ്കര ഒരു വീക്ക്നെസ്സാ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഇതേപോലെ ഒരുപക്ഷെ ഈ രോഗമായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലൈക്ക് സംബഡി ഹിയർ ഹു കനോട്ട് മൂവ്, ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ നോക്കണമേ, ഒരു ഒതുങ്ങിപ്പോകുന്ന, ഐസൊലേറ്റഡ് ആയി പോകുന്ന ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, എൻ്റെ യേശു നിനക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നോക്കണമേ, ലോകം മുഴുവൻ അടുക്കാതിരിക്കുമ്പോഴും, ആളുകൾ തഴഞ്ഞു കളയുമ്പോഴും, നിന്റെ പണം തീർന്നു എന്ന് നീ ചിന്തിക്കുമ്പോഴും, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ പോകുമ്പോഴും, നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്, നിനക്ക് വേണ്ടി നിൽക്കുന്ന ഒരു യേശുവുണ്ട്, നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു യേശുവുണ്ട്, നിന്റെ അടുത്ത് വരുന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിന്റെ സ്നേഹം അത് നിൽക്കുന്ന സ്നേഹമോ. You hold a unique place in Jesus' heart. ഈ സ്ത്രീയെ ടോട്ടലി കൺട്രോൾ ചെയ്യുന്ന ഈ രോഗമാണ്. അവൾ എവിടെ പോകണമെന്നും നിശ്ചയിക്കുന്നത് ഈ രോഗമാണ്. അവൾ എവിടെ ഇരിക്കണമെന്നും എന്ത് ചെയ്യണമെന്നും നിശ്ചയിക്കുന്നത് ഈ രോഗമാണ്. അതായത് ഒരു ടോട്ടൽ വീക്ക്നെസ്സാണ്. ടോട്ടൽ വീക്ക്നെസ് അമേരിക്കയിലുണ്ട്, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ ഡിസേബിളായി പോകുമ്പോൾ പ്രത്യേക പാസ്സൊക്കെ കൊടുക്കും. നമുക്കൊരു ഹാർട്ട് ഡിസീസ് ഉണ്ട്, നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കത്തില്ല. നമ്മുടെ കാറിൻ്റെ മുമ്പിൽ ഒരു സ്റ്റിക്കർ തരും. അതിൻ്റെ അർത്ഥം നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അതായത് ദേ റെക്കഗ്നൈസ്, ദേ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയും ചില രാജ്യങ്ങളിലൊക്കെ അതുണ്ട്. അതായത് ദ ഹോൾ ലൈഫ് ഈസ് കൺട്രോൾഡ് ബൈ ദാറ്റ് വീക്ക്നെസ്. ഹോൾ ലൈഫ് ഈസ് കൺട്രോൾഡ് ബൈ ദാറ്റ് വീക്ക്നെസ്. ബർത്തിമായിക്കും അതാ സംഭവിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ. അതായത് അവൻ ഇരിക്കുന്നത് റോഡ് സൈഡിലാണ്. കാരണം അവൻ്റെ കണ്ണ് കാണാൻ വയ്യാത്തോണ്ടാ. അവൻ്റെ മേലൊരു പുതപ്പുണ്ട്, അതിൻ്റെ കാരണം അവന് കണ്ണ് കാണാൻ വയ്യാത്തോണ്ടാ. അവൻ യേശുവിനെ മുമ്പിൽ നിൽപ്പുണ്ട്, പക്ഷേ യേശുവിനെ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. കാരണം എന്താ? കണ്ണടഞ്ഞിരിക്കുന്നുണ്ട്. അവൻ ഫിച്ച യാചിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ? അവൻ്റെ കണ്ണ് ഉരുടായിപ്പോഴും. അതായത് അവൻ യേശുവിൻ്റെ അടുത്ത് യേശു ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്താ ചെയ്തു വരേണ്ടതെന്ന്, അല്ലേ? അപ്പോൾ അവൻ കറക്റ്റ് ഉത്തരവാ പറയുന്നത്. അതായത് അവനറിയാം, ആ ഒരൊറ്റ കാര്യത്തിൻ്റെ മേൽ ദൈവം സ്പർശിച്ചാൽ ബാക്കിയെല്ലാം ശരിയാവും. അവനറിയാം അവനെ കണ്ണു തുറന്നാൽ, നോക്കണമേ, അവൻ ചോദിക്കുന്നത് പണമല്ല, അവൻ ചോദിക്കുന്നത് സ്റ്റാറ്റസ് മാറണമെന്നല്ല, അവൻ ചോദിക്കുന്നത് നോക്കണമേ വീട് വെക്കണമെന്നല്ല, അവൻ ചോദിക്കുന്നത് കണ്ണു കാണാൻ വയ്യാത്തോണ്ട് ഒരു ഡ്രൈവറേയും വണ്ടിയും വേണമെന്നല്ല പറയുന്നത്. അവനറിയാം, എൻ്റെ യേശു തൊടേണ്ടുന്നിടത്ത് തൊട്ടാൽ, അവൻ സ്പർശിക്കേണ്ടുന്നിടത്ത് സ്പർശിച്ചാൽ ബാക്കിയെല്ലാം അതിന്റെ പുറകെ വരുന്ന. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇതിലൊക്കെ ഒരു സ്പെഷ്യൽ ടച്ച് യേശുവിൽ നിന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആ ചില ഏരിയ എൻ്റെ ദൈവം മാത്രം തൊട്ടാൽ പരിഹാരമാകുന്ന ഒരു ഏരിയ ഉണ്ട്. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ മേൽ ഇറങ്ങിയാൽ ബാക്കിയെല്ലാം നോക്കണേ, ഫിനാൻസ് വിഷയമല്ല, സോഷ്യൽ കസ്റ്റം വിഷയമല്ല, സമൂഹത്തിലെ സ്റ്റാറ്റസ് വിഷയമല്ല, ഇരിക്കുന്നിടം വിഷയമല്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു വീക്ക്നെസ്സിന്റെ മേല്, നിന്റെ പരാധീനകളുടെ മേല്, നീ നാളുകളായി കൊണ്ടു നടക്കുന്ന ജീവിത പ്രതിസന്ധിയുടെ മേല് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൊട്ടാൽ എന്റെ യേശു അവിടെ നിന്ന് ഇറങ്ങി വന്ന് ബാക്കിയല്ല. നീ ബാക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, ബാക്കിയെല്ലാം അതിനെ പറയാൻ പോരുക.
പവർ ഓഫ് സിക്നസ്. രാത്രി ഇന്ന് ദൈവത്തിൽ നിന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. ജീസസ് ക്യാൻ ടച്ച് യു. ജീസസ് ക്യാൻ ടച്ച് യു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ യേശുവിന് സ്പർശിക്കാനൊക്കാത്ത മേഖലയില്ല. എൻ്റെ യേശുവിന് സ്പർശിക്കാനൊക്കാത്ത മേഖലയില്ല. കർത്താവിൻ്റെ ദാസനിൽ നിന്ന് കേട്ടതുപോലെ 2 മിനിറ്റത്തെ പ്രാർത്ഥന അല്ല, ഒരു രാത്രിയുടെ പ്രാർത്ഥന ഒരു മനുഷ്യൻ്റെ ചരിത്രത്തെ മാറ്റിയെങ്കിൽ ഒരു വ്യക്തി വിശ്വാസത്തോട് വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ തൻ്റെ ജീവിതത്തെ മാറ്റാൻ എൻ്റെ യേശുവിനെ കഴിഞ്ഞെങ്കിൽ ആ യേശു ഇന്ന് ഇവിടെയുണ്ട്. യേശുവിന് ഭയങ്കര ബിസിയാണെന്ന് ചിന്തിക്കണ്ട. ഭൂതത്തെ ഇറക്കിയിട്ട് വരികയാണെന്ന് ചിന്തിക്കണ്ട. യായിറോസിന്റെ മകളെ ഉയർപ്പിക്കാൻ പോകുകയാണെന്ന് ചിന്തിക്കണ്ട. ആ ബിസി സ്കെഡ്യൂളിന്റെ ഇടയിൽ നിന്നെ മറക്കുന്ന ദൈവമല്ല, നിന്നെ വിട്ടേച്ചു പോകുന്ന ദൈവമല്ല, നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. നിന്റെ അടുത്തു വന്ന് സമൂഹം അകറ്റി നിർത്തുമ്പോൾ, കോർണർ ചെയ്യുമ്പോൾ, ഉപേക്ഷിച്ച് കളയുമ്പോൾ, താഴ്ത്തി കെട്ടുമ്പോൾ നിനക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ശക്തി പ്രവഹിപ്പിക്കുന്ന, സൗഖ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്വർഗീയ പിതാവ് ഇന്നുണ്ടെന്ന് ദൈവസഭയെ തിരിച്ചറിഞ്ഞിരുവെങ്കിൽ കൊള്ളാമായിരുന്നു. ജീസസ് ക്യാൻ ബ്രേക്ക് the power of sickness. നിന്നെ അലട്ടുന്ന എന്നെ അവിടെ നിൽക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുക. എത്ര വർഷമായി ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്, എത്ര വർഷമായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ബ്രേക്ക് ചെയ്യാൻ ഒക്കാത്ത ചില മേഖലകളെ 12 വർഷമായി കൊണ്ടു നടക്കുന്നത്, നാളുകളായി കൊണ്ടു നടക്കുന്നത്, ആളുകളോട് പറയാനൊക്കത്തില്ല, മുഖം കുനിച്ചുള്ള ഇരിപ്പ. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, എൻ്റെ ദൈവത്തിന് തൊടാൻ കഴിയാത്ത, എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത, എൻ്റെ ദൈവത്തിന് സ്പർശിക്കാൻ കഴിയാത്ത, എൻ്റെ ദൈവത്തിന് മാറ്റം വരുത്താൻ കഴിയാത്ത ഒരു മേഖലയുമില്ല. വൈദ്യന്മാര് സുല്ലിട്ടതാ, നോക്കണമേ സമ്പന്നന്മാര് തുല്ലിട്ട് കളഞ്ഞതാ, നോക്കണമേ ആളുകൾ മാറ്റി നിർത്തിയതാ. എന്നാൽ ഇന്ന് പകൽ ദൈവം പറയുന്നു, ഞാനുണ്ട്. യേശു അവൈലബിളാ. ദൈവസഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിക്കാൻ തന്ന ദൂതിന്റെ ഒന്നാമത്തെ ദൂത്, ജീസസ് ഈസ് അവൈലബിൾ. യേശു അവൈലബിളാ. അവന്റെ മിനിസ്ട്രിയുടെ അവൻ ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന എന്റെ യേശു എനിക്ക് വേണ്ടി അവൈലബിളാ. സെക്കൻഡ് പവർ എന്ന് പറയുന്നത്, രണ്ടാമത്തെ പവർ എന്ന് പറയുന്നത് ദ പവർ ഓഫ് ദ ക്രൗഡ്. ഈ ക്രൗഡിന്, മാസിന് ഭയങ്കര പവറുണ്ട്. നോക്കണം, ഈ കോളേജ് ഇവിടെയൊക്കെ അത്രയും കാണത്തില്ലായിരിക്കും. നാട്ടിലൊക്കെ കോളേജിലൊക്കെ പിള്ളേരൊക്കെ എന്തോ ഒരു കുരുത്തക്കേടാ. ഇവരൊക്കെ വീട്ടിൽ വരുമ്പോൾ എന്തോ ശാന്തമാണെന്നറിയാം. ഈ ഒറ്റയ്ക്കിരിക്കുമ്പോഴേ അതിൻ്റെ 10 മടങ്ങ് ശക്തി ആ 2 എണ്ണം ഒരുമിച്ച് കൂടുമ്പം മാസിൻ്റെ, ക്രൗഡിൻ്റെ പവറാണ് ഞാൻ പറയുന്നത്. ക്രൗഡ്, അതുകൊണ്ടാണ് ഈ സമരം എന്നൊക്കെ പറയുന്നത്. ആളുകൾ അവർക്ക് ഏതിനും എന്ത് ചെയ്യും, ഇറങ്ങി ചാടും ഈ പിള്ളേരെ. കാരണം അവർ കൂടുമ്പോഴുള്ള ഒരു ശക്തി, സിനർജി എന്ന് പറയും, സിനർജി. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പറയുന്നത്, ഒരുവൻ 1000 ഓടിച്ചപ്പം ചേസ് ചെയ്തപ്പം 2 പേര് എത്ര പേരെയാ? കണക്ക് തെറ്റിയില്ലയോ? ഒരാൾ 1000 ആണെങ്കിൽ 2 പേര് എത്ര ആവണം? 2000 ആകണ്ട. പക്ഷെ ഇവിടെ എത്ര പറയുന്നേ? 10,000. അതാ പവർ. ഒരാൾ കൂടുമ്പോഴുള്ള പവർ അല്ല, 2 പേര് കൂടുമ്പോൾ. മാസിന് ഭയങ്കര ഒരു ശക്തിയുണ്ട്, പിടിച്ചു നിർത്താനൊക്കാത്ത ക്രൗഡിന് ഭയങ്കര ഒരു ശക്തിയുണ്ട്. ഇവിടെ യേശുവിൻ്റെ കൂടെ ഭയങ്കര ഒരു ക്രൗഡാണ് വരുന്നത്. അവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹിയർ ദ ക്രൗഡ് ഓൾമോസ്റ്റ് ക്രഷ്ഡ് ഹിം എന്നാണ്. മലയാളത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് അറിയത്തില്ല. വലിയ ജനക്കൂട്ടം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, തിക്കി തിരക്കി. നോക്കണമേ, നമ്മൾ ഇന്നലെയാണ് തോന്നുന്നു മലയാള മനോരമ പത്രത്തിൽ ഇവിടെ ഒരു തിരക്കിപ്പെട്ട് 6 പേര് മരിച്ചെന്നും പറഞ്ഞ് ഇവിടെ ടിക്കറ്റ് എടുക്കാനോ പറ്റും അല്ലേ? ഒരു ക്രൗഡ് തിക്കി തിരക്കുക. ഈ ക്രൗഡ് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്, ക്രൗഡ് ഭയങ്കര ആഘോഷമാക്കുന്നൊരു കൂട്ടരുണ്ട്. യേശുവിൻ്റെ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഈ ബർത്തിമായുടെ ചിത്രം എൻ്റെ മനസ്സിൽ വരുന്നേ. ബർത്തിമായി നിലവിളിക്കുമ്പോൾ ഉണ്ടല്ലോ, സത്യത്തിൽ യേശുവിനോടെങ്കിലും ചോദിച്ചിട്ട് വേണ്ടായിരുന്നോ ഈ മുന്നടക്കുന്നവർ അവനോടൊന്നും മിണ്ടാതിരിക്കാൻ പറയാൻ? പക്ഷെ ചട്ടമ്പിമാർ മുമ്പിൽ നടക്കുന്നവർ ഷട്ടപ്പ് എന്ന് ആദ്യം പറയുക. ആരോടാ? ബർത്തിമായോടാ. ഷട്ടപ്പ്. കാരണം അവർ ദേ ആർ എൻജോയിങ് ദ ക്രൗഡ്. ക്രൗഡിൽ ഭയങ്കര എൻജോയ്മെന്റ്. ക്രൗഡിൽ ചെന്നാൽ നമുക്ക് ഭയങ്കര ഒരു എന്നാ പറയും, നമുക്ക് തന്നെ ഒരു ശക്തി ഉണ്ടെന്ന് നമുക്ക് തോന്നും. നമുക്കതല്ലേ, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും 100 പേരിരുന്ന് പ്രാർത്ഥിക്കും,
ഇപ്പം പാടുമ്പോൾ എന്തൊരു എനർജി അല്ലേ? ഈ ഒരു എനർജി നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പാടുമ്പോൾ നമുക്ക് എനർജി ഉണ്ട്, നമ്മൾ ശാന്തമായിട്ട് എന്താതിശയമേ ഇത് പാടും. പക്ഷെ ക്രൗഡിൽ പാടുമ്പോൾ എന്തോരം എനർജിയാണ് നമുക്ക് വരുന്നത്. ക്രൗഡിന് ഭയങ്കര ഒരു ഫീലുണ്ട്, ഭയങ്കര ഒരു ശക്തിയുണ്ട്. പക്ഷെ ഇവിടുത്തെ ക്രൗഡ് എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രി എടുത്തു, മോസ്റ്റ് ഓഫ് ദ ക്രൗഡ്സ് എന്ന് ഞാൻ പ്ലൂറലാണ് ഉപയോഗിക്കുന്നത്, were against the ministry of Jesus. യേശുക്രിസ്തുവിൻ്റെ ശക്തിക്ക് തടസ്സം നിന്ന ക്രൗഡാണ്. ഓശാന വിളിക്കുന്നുണ്ട്, പക്ഷെ ഈ ക്രൗഡ് തന്നെ അവരെ ക്രൂശിക്കാന്ന് പറയുന്നേ. നോക്കണേ, യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രി, ആ ഇമ്പാർട്ടേഷൻ, അതായത് അവൻ്റെ ശക്തി അങ്ങോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കാൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഭയങ്കര ഒരു ക്രൗഡ് ഉണ്ട്. ഈ രക്തസ്രാവമുള്ള സ്ത്രീക്ക് ഇത് തന്നെ സംഭവിക്കുന്നത്. ഒരു ഭയങ്കര ഫിയറാണ് ഈ സ്ത്രീക്ക്. എന്താണെന്നറിയാമോ? യേശുവിൻ്റെ അടുത്തേക്ക് പോകാൻ കാരണം വലിയൊരു ക്രൗഡ് അവിടെ ഉണ്ട്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കർത്താവിനെ കാണുന്നതിന് നമ്മൾ ആർക്കെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടോ? നമ്മൾ ഒരു ഭയങ്കര സെൻസ് ഓഫ് ഫിയർ ഈ ക്രൗഡ് ക്രിയേറ്റ് ചെയ്യുക, ക്രൗഡ് റെസ്ട്രിക്റ്റ് ചെയ്യുക. യേശുവിൻ്റെ അടുത്തേക്ക് എത്താൻ, യേശുവിൻ്റെ അടുത്തേക്ക് പോകാൻ ഈ ക്രൗഡ് തടസ്സം നിൽക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്കറിയാൻ ചിലരോട് വ്യക്തമായിട്ട് സംസാരിക്കുക. ടുനൈറ്റ്, രാത്രിയായോന്ന് എനിക്കറിയത്തില്ല, രാത്രിയായ ഒരു ഫീലിംഗ് അകത്ത്. ദിസ് ഈവനിങ് എൻ്റെ യേശു പറഞ്ഞു, യു ഹാവ് ടു ബ്രേക്ക് ഇറ്റ്, യു ഹാവ് ടു ബ്രേക്ക് ഇറ്റ്. ആളുകൾ മെസ്സേജ് ചെയ്യുന്നതല്ല, ആളുകൾ പറയുന്നതല്ല, നിനക്ക് മുമ്പിൽ തടസ്സം നിൽക്കുന്നവരല്ല, അവർ കീജൈ വിളിച്ചേച്ച് പോകും. ഈ 12 വർഷം 14 ആകും, 14 16 ആകും, 18 ആകും. അതിൻ്റെ മേലെ ഒരു ദൈവത്തിന്റെ അറസ്റ്റ് വരണമെങ്കിൽ, ദൈവത്തിന്റെ ഇടപെടൽ വരണമെങ്കിൽ നീ ക്രൗഡിനെ ഭേദിച്ചേ ഒക്കത്തുള്ളൂ, ക്രൗഡിന്റെ ഇടയ്ക്കൂടെ കയറിയേ ഒക്കത്തുള്ളൂ, ആ വിശ്വാസത്തിന് സ്റ്റെപ്പ് വെച്ചേ ഒക്കത്തുള്ളൂ. തടുക്കുന്നതെന്താ? ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ഒരുപക്ഷെ മനുഷ്യനാകണമെന്ന് നിർബന്ധമില്ല, എന്റെ യേശുവിനോട് അടുക്കുന്നതിന്, എന്റെ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ശക്തികളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചു പുറത്താക്കുക. Nothing should restrict you. എന്റെ യേശുവിന്റെ അടുത്തേക്ക് പോകുന്നതിന് ഇന്നൊരു പക്ഷേ യേശു പോയാൽ ഇനി മേലാൽ സൗഖ്യം കിട്ടാത്ത തരത്തിൽ ഒരു പോക്കാ യേശു പോകുന്നത്. ബർത്തിമായിക്ക് അതറിയാം, ഈ സ്ത്രീക്ക് അതറിയാം. അതുകൊണ്ട് ആ ബർത്തിമായി നിലവിളിക്കുന്നത്, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുന്നത്. ഈ സ്ത്രീ സകല പ്രതിസന്ധികളെയും അതിജീവിച്ച് ആ ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെ എന്ത് സംഭവിച്ചാലും സാരമില്ലെന്നുള്ള ചിന്തയിൽ അടുത്ത് ചെന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ തൊടുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അവക്കറിയാം ഈ ക്രൗഡിന് കൊടുക്കാൻ കഴിയാത്ത ഒന്ന് യേശുവിലുണ്ട്, ഈ ക്രൗഡിന് തടുക്കാൻ കഴിയാത്ത ഒന്ന് യേശുവിലുണ്ട്. ഈ ക്രൗഡ് എപ്പോഴും എതിരെ നിൽക്കത്തുള്ളൂ. അതിനെ ഭേദിച്ച് ഞാൻ ചെന്ന എന്റെ യേശുവിന്റെ വസ്ത്രത്തിന്റെ അഗ്രം തൊട്ടാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എനിക്ക് സൗഖ്യമാ. The power of crowd. She was not one among the crowd. ഇന്ന് ദൈവസഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, യു ഷുഡ് നോട്ട് ബി വൺ അമംഗ് ദ ക്രൗഡ്. കീജൈ വിളിക്കുന്ന, സിന്ദാബാദ് വിളിക്കുന്ന ഒരു കൂട്ടത്തിന്റെ ഒരു അംശമാകാതെ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന, ആവശ്യമുണ്ടോ? രോഗിയാണോ? എന്റെ യേശുവിനെ സ്പർശിക്കണോ? ക്രൗഡിന്റെ കൂടെ ആടിയും തുള്ളിയും പോയാ പോരാ, അവന് കീജൈ വിളിച്ച് പോയാ പോരാ. ഇന്നൊരു വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്ത സകല പ്രതിസന്ധിയെയും അതിജീവിച്ച അതിന്റെ അതിരി കടന്ന് എന്റെ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് വിശ്വാസത്തോട് അവനെ തൊടുന്നവർക്ക് വേണ്ടി ഒഴുകുന്ന, വ്യാപരിക്കുന്ന ഒരു പ്രത്യേക ശക്തിയുണ്ട്. അത് ഇന്ന് പകൽ അനുഭവിച്ചറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയെ പ്രബോധിപ്പിക്കുക. രണ്ടാമത്തെ ദൂത്, ഡോണ്ട് ബി ലോസ്റ്റ് ഇൻ ദ ക്രൗഡ്. ക്രൗഡ് ഭയങ്കര എൻജോയ്മെന്റാ. ഗ്രൂപ്പ് സോങ് പാടാനൊക്കെ എളുപ്പ, പക്ഷെ സിംഗിൾ സോളോ പാടാനേ ഇത്തിരി പാടാ. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് സോളോ പാടാനാ. എത്ര പേര് ഈ ദൂത് ഏറ്റെടുക്കുക? സോളോ സോളോ സോളോ, ഗ്രൂപ്പിന്റെ കൂടെ മൂളിപ്പാടും പാടി പോകാനല്ല, എല്ലാവരും ആരാധിക്കുമ്പോൾ കൈ ഉയർത്തി നിന്നുകൊണ്ട് അതും ഇതും പറയാനല്ല, ഒരു കൂട്ടത്തിന്റെ നടുവിൽ ജൽപ്പനങ്ങളാൽ ജീവിക്കാനല്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, വ്യത്യസ്തതയുള്ള ഒരു മനുഷ്യനായി വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്ത് പ്രതികൂലങ്ങളെ അതിജീവിച്ച എന്റെ യേശുവിന്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുമെങ്കിൽ ഇന്ന് വരെ
കണ്ടിട്ടില്ലാത്ത ഒരു വിടുതല, 12 വർഷം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വിടുതല, 10 കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വിടുതല ഇന്നു പകൽ നൽകിത്തരാൻ സ്വർഗീയ പിതാവ് ഇന്ന് രാത്രി, ഇന്ന് പകൽ ഇവിടെ ഈ കൂട്ടത്തിന്റെ നടുവിൽ വന്നിട്ടുണ്ട് എന്ന് ദൈവസഭ ഇന്ന് പകൽ തിരിച്ചറിയട്ടെ. ആധുനിക ക്രൈസ്തവ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഡേഞ്ചേഴ്സിൽ ഒന്നെന്ന് പറയുന്നത് ഈ ക്രൗഡ് ബിസിനസ്സാണ്. ഈ ക്രൗഡിൻ്റെ നടുക്ക് നമുക്ക് പേഴ്സണൽ ടച്ച്. ഇന്ന് രാവിലെ ഞാനൊരു സിറ്റിയിലുള്ള ദോഹയിലുള്ള ഒരു ഇംഗ്ലീഷ് ചർച്ചിലാണ് ഞാൻ സംസാരിച്ചത്. 7-8 പരം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. ഞാൻ ജോൺ 21 യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ നിന്നാണ് പ്രസംഗിച്ചത്. പത്രോസിൻ്റെ പുറകോട്ട് പോക്കും യേശു അടുത്തേക്ക് ചെല്ലുന്നതുമൊക്കെയാണ്. നോക്കണം, ഈ ക്രൗഡിനൊരു പ്രശ്നമുണ്ട്. ഈ പത്രോസ് പോകുമ്പം ഒറ്റയ്ക്കങ്ങും അല്ല പോകുന്നേ. പത്രോസ് 4-5 പേരെയും കൂടെ പിടിച്ചുകൊണ്ടാണ് പോകുന്നേ. നോക്കണം, ആ ഒരു ഗ്രൂപ്പിന് വലിയൊരു ശക്തിയാണ്. ഗ്രൂപ്പിന് വലിയ, ഞാൻ എന്താ ഇത് ഈ സഭയെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ദൈവം ചോദിക്കുന്നേ, നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഋതത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞ സഭയുടെ കാര്യമല്ല പറയുന്നേ. Look, there is a force in the crowd. അതിനനുസരിച്ച് ഇങ്ങനെ പോകാൻ എളുപ്പമാണ്. പക്ഷേ ദൈവം നീ ഒഴുക്കിനെതിരെ നീന്തുന്ന ചിലരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ കാണുക. യു മേ ബി അലോൺ. കൂടെ നിൽക്കാൻ ആരും കണ്ടെന്ന് വരത്തില്ല, കൂടെ നിൽക്കാൻ ആരും കണ്ടെന്ന് വരത്തില്ല. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ഇന്നുവരെ ലഭിക്കാത്ത ചിലതിൻ്റെ വഴികൾ, ആ വാതിലുകൾ ദൈവം തുറക്കാനായിട്ട് പോവുക. ദൈവം ചില ഒറ്റയാന്മാരെ നോക്കുന്നുണ്ട്. ഇതിൻ്റെ നടുവിൽ നിന്ന് യേശുവിനെ അറിയുന്ന, യേശുവിൻ്റെ അടുത്തേക്ക് പോകുന്ന, ഗ്രൂപ്പിനനുസരിച്ച് നിൽക്കുന്നവരായിട്ടല്ല, അതിൻ്റെ നടുവിൽ ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക്, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക്, ഒരു ടച്ചിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ക്ഷണിക്കുക. എ വെരി പേഴ്സണൽ ടച്ച് ഓഫ് ദ സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ശക്തി. നോക്കണേ, അവിടെ 1000 പേരുണ്ട്. ഞാനങ്ങ് ഊഹിക്കുക, 5000 പേരുടെ 7000 പേരുടെയും 4000 പേരുടെയും കാര്യമൊക്കെ നമ്മൾ പ്രസംഗിക്കത്തില്ലേ? യേശുവിൻ്റെ ജാഥയിൽ 1000 പേരുണ്ടായിരുന്നെങ്കിൽ 999 ലഭിക്കാത്ത ഒന്നും കൊണ്ട് ആ സ്ത്രീ വീട്ടിൽ പോകുന്നേ. 999 യേശുവിനെ കാണുന്നുണ്ട്, യേശുവിനെ അറിയുന്നുണ്ട്, യേശുവിൻ്റെ കൂടെ നടക്കുന്നുണ്ട്, യേശുവിനെ ഈ ഗുലാബ് വിളിക്കുന്നുണ്ട്. എന്നാൽ 999 ലഭിക്കാത്ത ഒന്ന്. ജീവിതം മുമ്പേ കേട്ടതുപോലെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, ഹിസ്റ്ററിയെ മാറ്റി എഴുതുന്ന, ഡോക്ടർമാരുടെ എഴുത്തിനെ മാറ്റി എഴുതുന്ന, ബാങ്ക് മാനേജറുടെ എഴുത്തിനെ മാറ്റി എഴുതുന്ന, കൗൺസിലേഴ്സിന്റെ എഴുത്തിനെ മാറ്റി എഴുതുന്ന, ജീവിത നിലവാരത്തെ മാറ്റി എഴുതുന്ന ഒന്ന് ആ സ്ത്രീ അന്ന് പ്രാപിക്കുക. കൂടാരുമില്ല, 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 കൂടാരുമില്ല. ഒറ്റയ്ക്ക് യേശുവിന്റെ അടുത്തേക്ക് അവൾ ചെന്നു. Break the power of the crowd. Break the power of the crowd. As you break the power of sickness, God is asking you to break. യേശുവുമായിട്ടുള്ള ബന്ധത്തിന് ഹനിക്കുന്ന സ്വാധീനം ഒരു വാട്സപ്പ് ഗ്രൂപ്പും, ഒരു കൂട്ടവും, ഒരു കമ്മ്യൂണിറ്റിയും നമ്മുടെ ഹൃദയത്തിൽ ഇഞ്ചക്ട് ചെയ്യരുത്. എന്റെ യേശുവിനോട് അടുക്കുന്നതിന്, യേശുവിൽ നിന്നൊരു ഡെലിവറൻസ് എനിക്ക് കിട്ടുന്നതിന്, എന്നെ ഒരു പുതിയ മനുഷ്യനാക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒരു ക്രൗഡും, ഒരു ഇൻഫ്ലുവൻസും, ഒരു ഇമ്പാക്റ്റും ദൈവജനത്തെ ബാധിക്കരുത്. ബാധിച്ചാൽ നീ 12 വർഷത്തെ ചരിത്രം കൊണ്ട് ജീവിതാവസാനം വരെ ഇരിക്കത്തേ ഉള്ളൂ. വിടുതൽ വേണോ? ഈ ചരിത്രം മാറ്റി എഴുതണോ? ഈ ഒരു ദിവസം കൊണ്ട് നിന്റെ ജീവിതം മാറ്റി എഴുതണോ? നിന്റെ എൻ്റെ മേലുള്ള എഴുത്തുകൾ തിരുത്തി എഴുതണോ? ഹിസ്റ്ററി മാറ്റണോ? ഒരു സ്റ്റെപ്പ് നീ എടുക്ക. ആ ക്രൗഡിനെതിരെ നിന്നിട്ട് എന്റെ യേശുവിന്റെ അടുത്ത് ചെന്ന് ബ്രേക്ക് ദ പവർ ഓഫ് ദ ക്രൗഡ്. നമുക്ക് ക്രൗഡിൽ പോകുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പേഴ്സണൽ ടച്ച് നഷ്ടപ്പെട്ടു. നമ്മൾ പിന്നെ വിചാരിക്കും ഈ മൂവിങ് വിത്ത് ദ ക്രൗഡ് ഒരു സന്തോഷമാണ്. അത് നമ്മുടെ സ്പിരിച്വാലിറ്റിയെ ബാധിക്കുക. നമ്മൾ വെള്ളിയാഴ്ച വരുന്നുണ്ട്, ഇത്രയും പേര് ഒരുമിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷേ ക്യാൻ യു റിലേറ്റ് ടു ജീസസ് ഇൻ എ വെരി പേഴ്സണൽ വേ? ഒരു പ്രത്യേകമായി വ്യക്തിപരമായിട്ട് യേശുവായിട്ടൊന്ന് അടുക്കാൻ ഒക്കുമോ?
ഈവൻ വിതിൻ ദ ക്രൗഡ്. നമുക്ക് ഈ ആരാധനയിലൊക്കെ ഈ ഒരു ക്രൗഡ് കൾച്ചറുണ്ട്. പക്ഷെ ഇൻഡിവിജ്വലി ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? ഞാൻ സഭയെ കുറ്റം പറയല്ല. ഐ ഡോണ്ട് നോ. എനിക്ക് സണ്ണിച്ചാനെ അമ്മാവെ മാത്രമേ അറിയത്തുള്ളൂ. വേറെ ആരെയും എനിക്കൊന്ന് റോണിയും കുടുംബത്തെ അറിയാം, വേറെ ആരെയും അറിയത്തില്ല. പക്ഷേ ഞാൻ ഐ എൻകറേജ് യു. നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ നിയോഗവും ഒരു റൂമിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവല്ല, നമ്മുടെ കൂടെ വരുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ഞാൻ എൻ്റെ സെമിനാരിയിൽ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, ഹൗ ഡു യു സീ യുവർ സ്പിരിച്വാലിറ്റി? വർഷിപ്പിൽ ഞങ്ങളുടെ ആരാധനയിൽ 250 പേരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നല്ല 2 ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടുമ്പോൾ ഒരു വലിയൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലേ? എനിക്ക് വിരോധമൊന്നുമില്ല, ഞാനും പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന ആ ആംബിയൻസിൽ നമ്മൾ എൻജോയ് ചെയ്യുന്ന. പക്ഷേ അവിടം കൊണ്ട് അവസാനിക്കുന്നതാണോ? ഓർ ആ ക്രൗഡിന് പുറത്തു വരുമ്പം പന്ത് കളിക്കുമ്പം, വോളിബോൾ കളിക്കുമ്പം, ക്രിക്കറ്റ് കളിക്കുമ്പം, ഡ്രൈവ് ചെയ്യുമ്പം, ഫുഡിനിരിക്കുമ്പം, സ്നേഹിതരോട് സംസാരിക്കുമ്പം, ഹൗ ഡു യു റിലേറ്റ് വിത്ത് ഗോഡ്? ദാറ്റ്സ് എ ബ്യൂട്ടി. അതാ സ്പിരിച്വാലിറ്റിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അല്ലാതെ ക്രൗഡിൽ കൈവെക്കുന്നതല്ല. ക്രൗഡിൽ കൈവെക്കിക്കോ, വിഷയമൊന്നുമില്ല, ഞാനും കൈവെക്കുന്ന. പക്ഷേ ഏകാന്തതയിൽ ഒറ്റയ്ക്കാകുമ്പം ഹൗ ഡു യു റിലേറ്റ് വിത്ത് യേശുവായിട്ട് നമ്മുടെ ബന്ധം എന്താ? ലോകം മുഴുവൻ എതിരാകുമ്പം യേശുവുമായിട്ട് നമ്മുടെ ബന്ധം എന്താ? സമൂഹം മുഴുവൻ മാറ്റി നിർത്തുക, യേശുവുമായിട്ട് നമ്മുടെ ബന്ധം എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പറയുക, ആ ക്രൗഡിൻ്റെ സൈക്കോളജി അല്ല, ഏകാന്തതയിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ ആത്മാവ് യോഹന്നാന് വെളിപ്പാടുകൾ നൽകിക്കൊടുത്തെങ്കിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ മാത്രമല്ല, പത്മോസിന്റെ ഏകാന്തതയിലും നീ അനുഭവിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. രണ്ടും ഒന്നാ. മർക്കോസിന്റെ മാളിക മുറിയിൽ മാത്രമല്ല, 120 പേരുടെ ഹൃദയത്തിലിറങ്ങുന്ന പരിശുദ്ധാത്മാവ് മാത്രമല്ല, ഏകാന്തതയിൽ ഒരു മനുഷ്യനും ഇല്ലാത്തപ്പോഴും ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്. ദൈവമക്കളെ, ഇന്ന് പകൽ അങ്ങനെ ഒരു സ്വർഗത്തെ അഭിമുഖീകരിക്കാൻ, അതിനെ ഒന്ന് ടച്ച് ചെയ്യാൻ, അതിനെ ഒന്ന് സ്വാധീനിക്കാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയെ ബുദ്ധി ഉപദേശിക്കുക. So the power of sickness, രണ്ട്, the power of the crowd. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈവൻ ഇൻ ദ ക്രൗഡ് യു ക്യാൻ ബി പേഴ്സണലി ടച്ച്ഡ്. അത് സ്ത്രീക്ക് സംഭവിക്കുന്ന അതാ. ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, യേശു ചോദിക്കുന്നുണ്ട്, ആരാണ് തൊട്ടെ? ശിഷ്യന്മാർ പറയുന്ന മറുപടി ഭയങ്കര രസമാണ്. എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കുന്നേ? എടാ, ഇത്ര പേരാ ഇടിക്കുന്നേ, എത്ര പേരാ തൊടുന്നേ? ഈ ബൈബിളിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ അങ്ങനെ വായിക്കുന്നത്. സത്യത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ശിഷ്യന്മാർ ചോദിക്കുന്നത്. എടാ, യേശു എന്തോ ഈ പറയുന്നേ? ഈ എത്ര പേരാ, ആയിരക്കണക്കിന് ആളുകൾ, ആരാ തൊട്ടേന്ന്, എത്ര പേര് തൊടുന്നു? അതിൻ്റെ നടുവിലെ പേഴ്സണൽ ടച്ച്. എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദൂത് എൻ്റെ ഹൃദയത്തിൽ തരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുക. It is not a crowd business. Spirituality is not a crowd business. അതിൻ്റെ ഇടയ്ക്ക് അതിനകത്ത് ഇരുന്നോ എനിക്ക് പ്രശ്നമല്ല. 100 പേരുള്ളതോ 500 പേരുള്ളതോ സഭയോ വിഷയമൊന്നുമല്ല. എനിക്കും ലോക്കൽ സഭയുണ്ട്, എനിക്കുമുണ്ട് ആളുകൾ. പക്ഷേ അതിൻ്റെ ഇടയ്ക്കിരുന്നൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഒരു വ്യക്തിപരമായ ബന്ധം എൻ്റെ യേശുവായിട്ട് സ്ഥാപിക്കാൻ ഒക്കുമെങ്കിൽ അതിനേക്കാൾ വെല്ലുന്ന ഒരു ക്രൗഡുമില്ല, ഒരു ബന്ധവുമില്ല. ഒരു ഡീപ്പ് റൂട്ടഡ് റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. അത് വെള്ളിയാഴ്ച കൊണ്ട് ഒതുങ്ങുന്ന ബന്ധമല്ല കേട്ടോ. ഞാൻ ചിലപ്പം പ്രസംഗിക്കുമ്പോൾ പറയും, നമുക്ക് ഈ പ്ലഗിങ് ആൻഡ് അൺപ്ലഗിങ് സ്പിരിച്വാലിറ്റിയാ. അതായത് ഇവിടെയൊക്കെ സ്ഥിരമായിരിക്കും, എനിക്കറിയത്തില്ല. സാധാരണ ചർച്ചിലൊക്കെ നമുക്കറിയാം, ഇവിടെ റിലീജിയസ് കോംപ്ലക്സിൽ ചർച്ചിൽ പിള്ളേർ ഈ കീബോർഡൊക്കെ കൊണ്ടുവരും. അവർ കൊണ്ടുവരുമ്പം പവർ പ്ലഗിൽ ഒന്ന് കുത്തും, അതിനെ പ്ലഗിങ് എന്ന് പറയും. മീറ്റിംഗ് കഴിയുമ്പം അൺപ്ലഗ് ചെയ്യും, ഇത് കൊണ്ടുപോകും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ സ്പിരിച്വാലിറ്റി എങ്ങനെയാണ്? വെള്ളിയാഴ്ച വൈകിട്ട് എല്ലാം 1 മണിക്ക് കൊണ്ടുവന്ന് കുത്തും, 4 മണിക്ക് ഊരിക്കൊണ്ട് പോകും. അതാണോ നമ്മുടെ സ്പിരിച്വാലിറ്റി? പ്ലഗിങ് അൺപ്ലഗിങ് സ്പിരിച്വാലിറ്റി അല്ല. എനിക്കറിയാം, ഞാൻ കൊച്ചിലേക്ക് എൻ്റെ ഫാദർ കപ്പ ഇടുമ്പം, റോണിക്കൊക്കെ അറിയും, കപ്പ ഇടും. ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ പത്തനാപുരം എൻ്റെ വീട്, കോട്ടയത്താണ് താമസിക്കുന്നെന്നുള്ളേ ഉള്ളൂ. കപ്പയുണ്ട് ഇഷ്ടം പോലെ. കപ്പ ഇടുമ്പം ഞങ്ങളുടെ ഫാദറിനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളും എന്ത് ചെയ്യും, മണ്ണൊക്കെ കൂട്ടി കപ്പ ഇടും.
പക്ഷെ ഒരു വ്യത്യാസമേ ഉള്ളൂ, പിറ്റേന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേ ഞങ്ങൾ വരും. എന്നിട്ട് ഈ കപ്പയുടെ കമ്പ് പൊക്കി നോക്കും, കപ്പ വന്നിട്ടുണ്ടോ എന്നറിയാൻ. കപ്പ വരുമോ? ഇല്ല. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് മണ്ണുമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫ്രൂട്ട് വരത്തുള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ഞായറാഴ്ച കൊണ്ട് ഒതുങ്ങുന്നതോ നോമ്പ് ദിവസം കൊണ്ട് ഒഴുകുന്നതോ ഉപവാസ പ്രാർത്ഥന കൊണ്ട് ഒതുങ്ങുന്നതോ ആയിട്ടുള്ള ഒരു സീസണൽ സ്പിരിച്വാലിറ്റി അല്ല. എ വെരി പേഴ്സണൽ, കണ്ടിന്യൂസ്, കോൺസ്റ്റന്റ് ആയിട്ട് ഒരു മനുഷ്യനും തകർക്കാനൊക്കാത്ത പൗലോസ് പറയുന്നത് പോലെ എന്റെ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അടർത്തി മാറ്റുന്നത് ആരാ? ഉയരത്തിലുള്ളതോ താഴത്തിലുള്ളതോ കഷ്ടതയോ ആപത്തോ വാളോ വരാനുള്ളതോ വന്നുപോയതോ ഒന്നിനും. സോ ക്രൗഡ് സ്പിരിച്വാലിറ്റി ഓക്കെ, പക്ഷേ അതിൻ്റെ നടുവിൽ എ പേഴ്സണൽ ടച്ച്, വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം യേശു ആഗ്രഹിക്കുന്നുണ്ട്. സോ മൂന്നാമത്തതെന്ന് പറയുന്നത് ദ പവർ ഓഫ് എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ്. 3 ശക്തികളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഒരു ഭയങ്കര സ്ട്രോങ് സിക്നസിൻ്റെ പവറുണ്ട്. സിക്നസ് ഞാൻ പറഞ്ഞു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പാപം ക്ഷമിച്ചിട്ടാണ് കാര്യങ്ങളെല്ലാം യേശു ചെയ്യുന്നത്. അപ്പം ഭയങ്കര ഇതൊരു യൂണിറ്റായിട്ടാണ് കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഇതിലൊരു ഭയങ്കര പവറുണ്ട്, സിക്നസ്സിനൊരു പവറുണ്ട്. 2, നോക്കണമേ, യേശുവിൻ്റെ അടുത്തേക്ക് ഈ സ്ത്രീ വരുമ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരു ക്രൗഡുണ്ട്. ഈ ക്രൗഡിന് ഭയങ്കര ഒരു പവറുണ്ട്. ആ പവറാണ് നമ്മളിപ്പം പറഞ്ഞു നിർത്തിയത്. പക്ഷെ മൂന്നാമത്, അനീഷ് പാസ്റ്ററുടെ വാക്കെടുത്താൽ ഇതൊക്കെ മേലെ ഉള്ള ഒരു പവറാണ് പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ജീസസ്. അതിന് ഭയങ്കര പവറാണ്, വ്യക്തിപരമായി യേശുവുമായിട്ടുള്ള ബന്ധം. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയെന്ന് പറഞ്ഞാൽ ഇത് യേശു എടുക്കുന്ന ഇനിഷ്യേറ്റീവ് ഒന്നും അല്ല. പല അത്ഭുതങ്ങൾ യേശു അങ്ങോട്ട് പോയി ഇനിഷ്യേറ്റീവ് എടുക്കുക. ചില അത്ഭുതങ്ങൾ ബർത്തിമായുടെയൊക്കെ വിളിച്ചു കരയുന്നതാണ്. പക്ഷെ ഇത് ഇറ്റ് വാസ് നോട്ട് ആൻ ഇനിഷ്യേറ്റീവ് ടേക്കൻ ബൈ ജീസസ്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, എനിക്ക് തോന്നുന്നു ഇതൊരു ഈ ബൈബിൾ എഴുതിയ സമയത്തൊക്കെ ഈ വ്യക്തി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു എന്നൊക്കെ എഴുതിയേക്കുന്നത്. പക്ഷെ ആ ഭാഗം അങ്ങോട്ട് വായിക്കുമ്പം എനിക്ക് തോന്നുന്നത് സാധാരണ ഒരു സ്പർശനമൊന്നും ആയിരുന്നില്ല, ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രിപ്പായിരുന്നിരിക്കണം. തൊടുന്നതൊരു പക്ഷേ കൈകൊണ്ടോ വിരൽ കൊണ്ടോ ആയിരിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ കേറിയൊരു പിടുത്ത. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുന്നത്, കിട്ടിയ ഒരു അവസരം അവൾക്കറിയാം. ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് അവൾക്ക് അറിയത്തില്ല. ഒരു കാര്യം അവൾക്കറിയാം, അവൾ പിടിക്കപ്പെട്ടാൽ കല്ലെറിഞ്ഞ് അവൾ കൊല്ലപ്പെടും. പക്ഷെ അതിന് ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ കൂടി ഞാനൊരു റിസ്ക് എടുക്കുക എൻ്റെ യേശുവിൻ്റെ വസ്ത്രത്തിൽ. രാത്രി ദൈവം പറയുന്നത്, ആർ യു റെഡി ഫോർ എ കോൺഫിഡൻറ്റ് ഹോൾഡ് ഓർ എ ഗ്രിപ്പ് ഓൺ ജീസസ്? യേശു ക്രിസ്തുവിനെ ഒന്ന് ഡിറ്റർമിൻഡ് ആയിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയാം. ഒരു അൺവേവറിങ് ഫെയ്ത്തോട് കൂടി. കാരണം യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഇതിൻ്റെ കൺക്ലൂഷൻ യേശു ക്രിസ്തു അവളെ വിളിച്ചു പറയുന്നത്, നീ പോകാൻ നിൻ്റെ വിശ്വാസം നിന്നെ. അപ്പോൾ എന്തോ ഒരു വിശ്വാസം കൊണ്ടാണ് ഈ സ്ത്രീ വരുന്നത്. അതായത് യേശു തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ, യേശു തന്നെ ഈ സ്ത്രീയെ വിളിച്ച് സ്ത്രീയുടെ വിശ്വാസത്തെ എടുത്ത് പറയണമെങ്കിൽ എന്തോ പവർഫുള്ളായിട്ടുള്ള വിശ്വാസമാണ്. നോക്കണം, ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഒരു ജനതയെ മുഴുവൻ, ഒരു കൂട്ടത്തെ മുഴുവൻ അവരുടെ ശക്തിയേക്കാൾ വെല്ലുന്ന ഒരു വിശ്വാസം. കാരണം അവൾക്കറിയാം അവളൊരു റിസ്ക്കാണ് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ സമൂഹം പോലൊന്നുമല്ല. അന്നത്തെ സമൂഹത്തിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അവളിങ്ങനെ നുഴഞ്ഞു കയറി എങ്ങനെ അവിടെ എത്തിയെന്നറിയത്തില്ല. ഈ ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെ യേശുവിന്റെ അടുത്തെത്തുമ്പോൾ യേശു തിരിഞ്ഞു നിന്ന് നീ ആരാണെന്ന് ചോദിച്ചാൽ അവളുടെ പ്രശ്നം ലോകം അറിഞ്ഞാൽ അവിടെ അവളെ കൊല്ലും. അങ്ങനെ ഒരു ജനക്കൂട്ടമാണ് യേശുവിന്റെ കൂടെ ഉള്ളത്. എന്നാൽ അവൾക്കറിയാം ഈ ഒരൊറ്റ ചാൻസേ ഉള്ളൂ, ഒരൊറ്റ വഴിയേ ഉള്ളൂ. വൈദ്യന്മാരുടെ ആശ്രയം കഴിഞ്ഞതാ, എൻ്റെ പോക്കറ്റ് കാലിയായതാ, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ ഇടമേ ഉള്ളൂ, ഒരൊറ്റ ഡോറേ ഉള്ളൂ, ഒരൊറ്റ ചാൻസേ ഉള്ളൂ. അതിന്റെ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാ. ഇന്ന് ഞാൻ എന്റെ യേശുവിനെ സ്പർശിക്കാം. എന്ത് സംഭവിച്ചാലും സംഭവിക്കട്ടെ. ആളുകൾ അറിയുന്നെങ്കിൽ അറിയട്ടെ. എന്റെ ജീവൻ റിസ്ക് ആകുന്നെങ്കിൽ റിസ്ക് ആകട്ടെ. I am going to take a risk.
രാത്രി പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, നോക്കിയിരിക്കരുത്, മനസ്സ് വാടിപ്പോകരുത്, നിന്റെ ഹൃദയത്തെ നീ തന്നെ താഴേക്കാക്കി കളയരുത്. ഒരുപക്ഷെ റിസ്ക് ആയിരിക്കും എടുക്കുന്നത്, പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, ഇന്ന് പോകുന്ന വഴിയില എന്റെ യേശുവിനെ സ്പർശിക്കാൻ നിനക്ക് കിട്ടുന്ന ഒരു സാഹചര്യം, ഇന്ന് വിശുദ്ധ ആരാധനയില എന്റെ യേശുവുമായി റിലേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു സാഹചര്യം കളഞ്ഞു കുളിക്കരുത്. 12 വർഷത്തെ ചരിത്രം ദൈവം മാറ്റി എഴുതുക. 12 വർഷത്തെ ചരിത്രം ദൈവം മാറ്റി എഴുതുക. ഇന്ന് രാത്രി ഹോൾ ലൈഫ് ആ സ്ത്രീയുടെ ചേഞ്ച് ചെയ്യപ്പെടുക. നോക്കണമേ, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ലൈഫിൻ്റെ ഏത് സിറ്റുവേഷനിലും വരാൻ യേശുവിന് കഴിയും, അത് മനസ്സിലാക്കണം. നോക്കണേ, അത് ഈവൻ നമ്മുടെ പരാജയത്തിലും വരാൻ യേശുവിന് കഴിയും. ഞാൻ പറഞ്ഞില്ല, ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ച ഭാഗം ദൈവം തൻ്റെ ഹൃദയത്തിൽ നിന്ന് ശക്തമായൊരു ആലോചന ദൈവസഭയോട് കുറിച്ചുള്ളതായിരുന്നു. അതിനകത്തൊന്നെന്ന് പറയുന്നത്, ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാം ഈ പത്രോസിനെ ദൈവം ഓർഡർ ചെയ്യുന്നത് എവിടെ വെച്ചാണ്? എവിടെ വെച്ചാ? പത്രോസിനെ ദൈവം സുവിശേഷ വേലയ്ക്ക് വിളിക്കുന്നതല്ല, എൻ്റെ ആടുകളെ മേയ്ക്കാനുള്ള നിയോഗം പത്രോസിന് കൊടുക്കുന്നത് എവിടെ വെച്ചാ? ആഫ്റ്റർ റിസറക്ഷൻ. വെരി ഗുഡ്. പോസ്റ്റ് റിസറക്ഷൻ ഇവൻറ്റിൽ യോഹന്നാന്റെ സുവിശേഷം 21, നീ എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ പത്രോസിനോട് യേശു പറയുന്നു, നീ എൻ്റെ ആടുകളെ, അതല്ലേ ഓർഡിനേഷൻ എന്ന് പറയുന്നത്. ഈ ഓർഡിനേഷൻ 21 ദിവസം ഉപവാസം കഴിഞ്ഞിട്ടാണോ കിട്ടിയ പത്രോസിന്? അല്ലെങ്കിൽ പത്രോസ് തിളങ്ങി പ്രസംഗിച്ചോട്ട് നിൽക്കുമ്പോഴാണോ കിട്ടിയേ? അയ്യോ എൻ്റെ ദൈവമേ, പിന്മാറ്റത്തിൽ പോയി 6 പേരെയും കൂടെ വിളിച്ചോണ്ട് ഗലീല കടലിൽ പോയി മീൻ പിടിച്ച് യേശു കടൽക്കരെ വന്ന് കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചു ചോദിച്ചിട്ട് പോലും 3.5 വർഷം കൂടെ നടന്ന യേശുവിനെ തിരിച്ചറിയാത്ത പത്രോസാണ്. നിങ്ങളെ ഭാഗം വായിച്ചു നോക്കണം. കരയിൽ നിന്ന് യേശു ചോദിക്കുന്നുണ്ട്, പടകിൻ്റെ വലത്ത് ഭാഗത്ത് വല വീശാൻ പറഞ്ഞപ്പം അവർ യേശു ആണെന്ന് എന്ത് ചെയ്തില്ല? തിരിച്ചറിഞ്ഞില്ല. ഞാൻ ചിന്തിക്കാം, എൻ്റെ ദൈവമേ, 3.5 വർഷം കൂടെ നടന്നതല്ലേ, യേശുവിൻ്റെ പ്രസംഗം കേട്ടതല്ലേ, എന്തെല്ലാം അത്ഭുതം കണ്ടതാ, എന്നിട്ടും യേശുവിൻ്റെ ശബ്ദം പോട്ടെ, ഇനി മഞ്ഞാണെന്ന് വല്ലതും വെച്ചോ, ശബ്ദമെങ്കിലും തിരിച്ചറിയണ്ടേ? സണ്ണിച്ചാൻ്റെ ശബ്ദം 3.5 വർഷം നിങ്ങൾ കൂടെ നടന്നതാണെങ്കിൽ ഫോണെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയത്തില്ലേ? ഈ യേശു, അതോ യോഹന്നാന്റെ സുവിശേഷത്തിലാണെങ്കിൽ വാഗ്ദത്തം, ഞാൻ വരും തീർച്ചയായെന്ന് പറഞ്ഞു പോയതാ. എന്നിട്ട് പോലും പത്രോസിനും കൂട്ടർക്ക് യേശു ആണെന്ന് മനസ്സിലായില്ല. നോക്കണം, നിങ്ങൾക്കറിയാമോ, പടകിൻ്റെ വലതുഭാഗത്ത് വല വീശി. അന്ന് രാത്രി കിട്ടാത്ത പോലെ, രാത്രി ഒരു മീനേയും കിട്ടിയില്ല. പക്ഷേ ഇപ്പം എത്ര കിട്ടി? 153 വലിയ മീൻ. അപ്പോഴവിടെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. യോഹന്നാൻ, നോക്കണം, ഞാൻ ഈ ബൈബിൾ വായിക്കുമ്പം ഇച്ചിരി ഭാവനയിൽ കാണുന്ന ഒരു വ്യക്തിയാണ്. ബൈബിൾ ബാലരമ വായിക്കുന്നതിൻ്റെ കൂട്ട് വായിക്കരുത്, അതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്ത് വായിക്കണം, ഭയങ്കര പവർഫുള്ളാണ്. യോഹന്നാൻ ഈ മീനെ ഒന്ന് നോക്കി, കരയിൽ നിൽക്കുന്ന ആളിനെ നോക്കി, വീണ്ടും ഈ മീനെ നോക്കി, കരയിൽ നിൽക്കുന്ന ആളിനെ നോക്കി. അപ്പൊ യോഹന്നാൻ ഒരു കാര്യം പിടികിട്ടി, അത് യേശുവാ. ഓ, അത് യേശുവാ. എങ്ങനെ പിടികിട്ടിയ? ഒരു ഇവന്റ് യോഹന്നാൻ അറിയാം. നോക്കണേ, രാത്രി മുഴുവൻ അധ്വാനിച്ചിടത്ത് ഒരെണ്ണം പോലും കിട്ടാത്തപ്പം അവന്റെ വാക്കിന് വലയിറക്കിയപ്പം വല നിറഞ്ഞെങ്കിൽ അത് വേറെ ആരും അല്ല, അത് യേശു തന്നെയാണ്. അന്നേരം ആ പത്രോസ് പോലും റിയലൈസ് ചെയ്യുന്നത് കടലിൽ എടുത്തിയാണെന്ന് അങ്ങോട്ട് പോകുന്നത്. ഞാനിത് പറഞ്ഞ എന്തിനാണെന്ന് അറിയാമോ? അവരുടെ ലോവസ്റ്റ് സ്റ്റെപ്പില് യേശു വരിക. അവരുടെ ലൈഫിന്റെ പ്രോബബ്ലി അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും ലോ സിറ്റുവേഷനാണ്. അവിടെ വന്ന് പിന്മാറ്റത്തിൽ പോയി, രാത്രി മുഴുവൻ അധ്വാനിച്ച് വേർത്ത് കുളിച്ച് നഷ്ടം ഒന്നുമില്ല. ഇനി നോക്കണേ, നിങ്ങൾക്കറിയാമോ പത്രോസും ആ കൂട്ടരും പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? 3.5 വർഷം കൂടെ നടന്ന യേശു, നല്ല ഗുരു, ഭയങ്കര പ്രതീക്ഷയോടാണ് നടന്നത്. പക്ഷേ ഒരു അബ്രപ്റ്റ് എൻഡാ യേശുവിൻ്റെ മൂവ്മെൻറ്റിന്. ലീഡർ പോയി. അവർ ജീവിച്ചിരുന്നപ്പോൾ യേശു അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം നേടിയിരുന്നത് 2 തരത്തിലാണ്. ഒന്ന് യേശുവിൻ്റെ അത്ഭുതം. വിശക്കുമ്പം യേശു എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു മാജിക് എന്ന് ഞാനങ്ങ് പറയും, ഒരു അത്ഭുതം ചെയ്യും, അവർക്ക് ഭക്ഷിക്കാൻ കിട്ടും. ഇനി ടാക്സ് കൊടുക്കാൻ പൈസ ഇല്ല, എന്തോ ചെയ്യും? കടലിൽ നിന്ന് ഒരു മീനെ പിടിക്കും. അപ്പം യേശുവിൻ്റെ അത്ഭുതമായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ എല്ലാം. രണ്ടാമത് ഒന്നുകൂടെ ഉണ്ടായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യേശുവിൻ്റെ ശുശ്രൂഷയെ വസ്തുവകകൾ കൊണ്ട് ശുശ്രൂഷിച്ച സ്ത്രീകളുണ്ടായിരുന്നു. അതായത്
ആ മൂവ്മെൻറ്റിന് ചാരിറ്റി പൈസ കൊടുത്തവരുണ്ടായിരുന്നു. നമ്മുടെ ഈ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു ട്രഷറർ ഉണ്ടായിരുന്ന കാര്യം അറിയാമോ? അപ്പോൾ ഒരു മണി ഇൻവോൾവ് ആയിരുന്നു അതിനകത്ത്. അത് എന്തിനാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ഒരു ശേഖരം ഉണ്ടായിരുന്നു. പൈസ ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു, ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു. ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു. നിങ്ങളൊന്ന് ചോദിച്ചാൽ, ക്രൂശിക്കപ്പെട്ട ഒരു ലീഡറുടെ ഇൻസ്റ്റിറ്റ്യൂഷന് വേറെ ആരെങ്കിലും ഇനി പൈസ കൊടുക്കുമോ? തോറ്റുപോയ ഒരു ലീഡറിൻ്റെ ഓർഗനൈസേഷന് ഇനി ആരെങ്കിലും ചാരിറ്റി കൊടുക്കുമോ? കൊടുക്കത്തില്ല. അപ്പോൾ രണ്ട് തരത്തിൽ അവർക്ക് ഇൻകം ഉണ്ടായിരുന്നു, രണ്ടും പോയി. വാതിൽ മുഴുവൻ അടഞ്ഞു. ഇവർക്ക് ഒന്നും ചെയ്യാൻ ഭയങ്കര ഒരു പ്രഷറുണ്ട്. അവിടെ പിന്മാറ്റത്തിൽ പോകുന്ന ഈ ശിഷ്യന്മാരെ തേടി എൻ്റെ യേശു പോയിട്ട് ആ കടൽക്കരയിൽ വെച്ച് എൻ്റെ യേശു മീറ്റ് ചെയ്യുക. അവിടെ പത്രോസിൻ്റെ ചരിത്രം മാറുക. പത്രോസിനെ ദൈവം അനോയിന്റ് ചെയ്യുക. എൻ്റെ ആടുകളെ മേയ്ക്കാൻ പറയുക. നോക്കണമേ, യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായവും അപ്പോസ്തല പ്രവൃത്തികളും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല. ഒരു പേജ് മറിക്കുമ്പം ചരിത്രം മാറി. പത്രോസിൻ്റെ ചരിത്രത്തെയും ദൈവം മാറ്റി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുമ്പിൽ നോക്കണമേ, യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അപ്പോസ്തല പ്രവൃത്തികളുടെ ആരംഭ അധ്യായങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് യഹൂദന്മാരുടെ മുഖത്ത് നോക്കി പറയുക, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തു, പിതാവ് അവനെ ഉയർപ്പിച്ചു, അവൻ ദൈവമാ. ഈ ധൈര്യം എവിടുന്നാ കിട്ടിയേ? ഈ അനോയിന്റിങ് എവിടുന്നാ കിട്ടിയേ? ഈ അഭിഷേകം എവിടുന്നാ കിട്ടിയേ? ആ ഇന്റർവെൻഷനിൽ, യേശുവിന്റെ ഇടപാടില് പത്രോസിന്റെ ചരിത്രത്തെ എൻ്റെ ദൈവം മാറ്റിയെങ്കിൽ, ഞാൻ പറയുന്ന ഒരു പേഴ്സണൽ ടച്ച്, വ്യക്തിപരമായ ഒരു സ്പർശനം, അത് അനുഭവിക്കാൻ സഭയ്ക്കുള്ളിൽ മാത്രമല്ല, നിന്റെ കിടക്കരികില്, നിന്റെ ആശുപത്രി ബെഡില്, നീ കുക്ക് ചെയ്യുന്ന സമയത്ത്, നീ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, ജീവിതത്തിന്റെ പരാജയത്തിന്റെ അങ്ങേ തലയ്ക്കൽ നീ അനുഭവിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. A power, a very special എൻകൗണ്ടർ വിത്ത് ജീസസ്. ഇത് ഭയങ്കര പവർഫുള്ളാണ്. നോക്കണമേ, ഞാൻ പറഞ്ഞത് അനിശ്വാസം പ്രസംഗിച്ച് അവസാനിപ്പിച്ചൊരു ഭാഗമുണ്ട്. യാബോക്കിൻ്റെ കടവിൽ നോക്കണമേ, ആ മനുഷ്യന്, യാക്കോബിന് ഒരു സ്പെഷ്യൽ എൻകൗണ്ടർ, തൻ്റെ ചരിത്രത്തെ മാറ്റിയ എൻകൗണ്ടർ. യേശുവിൻ്റെ ദൈവത്തിൻ്റെ സ്പർശനം, ഒരു ദൂതൻ്റെ സ്പർശനം തൻ്റെ ജീവിത സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റിയെങ്കിൽ, ഇവിടെ ഒരു സാധുവായ സ്ത്രീയുടെ സ്പർശനം, യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടിട്ട് തൻ്റെ ജീവിതത്തെ മുഴുവൻ 12 വർഷത്തെ ചരിത്രത്തെ എൻ്റെ ദൈവം വെട്ടിക്കളഞ്ഞ് മായിച്ച കീറിയെറിഞ്ഞിട്ട് ഒരു പുതുജീവിതം ആ സ്ത്രീക്ക് കൊടുത്തെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ആ സിക്നസിന്റെ പവറല്ല, ക്രൗഡിന്റെ പവറല്ല, അതിനപ്പുറത്ത് അതുക്കും മേലെ നിൽക്കുന്ന ദൈവത്തിന്റെ ഇന്റർവെൻഷനിലേക്ക്, എൻ്റെ യേശുവുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയെ ക്ഷണിക്കുക. ദൈവത്തെ എനിക്കറിയാം, ഈ ദൂത് ദൈവജനത്തോടുള്ള, ദൈവ വ്യക്തികളോടുള്ള, കുടുംബങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂത. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപാട് നിങ്ങളുടെ മേൽ ഉണ്ടാകണം. ഒരു സാധാരണ കാര്യമല്ല, ഒരു അസാധാരണമായ നിലയിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ വർഷങ്ങളായി ചുമന്നുകൊണ്ട് നടക്കുന്ന ജീവിത പ്രതിസന്ധിയുടെ മേൽ പതിറ്റാണ്ടുകളായി കൊണ്ട് നടക്കുന്ന ഭാണ്ഡങ്ങളെ ഇന്ന് പകൽ വലിച്ചെറിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ, എൻ്റെ യേശുവേ, അങ്ങൽ നിന്നൊരു ശക്തി എൻ്റെ മേലേക്ക് വരണം. ഞാൻ ഇന്ന് വരെ അനുഭവിക്കുന്ന, ഞാൻ ഇന്ന് വരെ കടന്നു പോകുന്ന, എൻ്റെ മനസ്സിനെ പിടിച്ചു കെട്ടുന്ന ചില പ്രത്യേക ശക്തികളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തില് കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? ഇന്ന് പകൽ കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ യേശുവിന്റെ സ്പെഷ്യൽ എൻകൗണ്ടർ, എൻ്റെ യേശുവിന്റെ സ്പർശനം ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നതുപോലെ അല്ല, നീ ഇന്ന് വരെ അനുഭവിച്ചതുപോലെ അല്ല, ഒരു പ്രത്യേകമായ, സ്പെഷ്യലായ, അമാനുഷികമായ, അസാധാരണമായ ഒരു ദൈവത്തിന്റെ നിയോഗം യേശുവിന്റെ നാമത്തിൽ
സാക്ഷി പറയുക. നോക്കണമേ, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വീണ് അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും. അടുത്ത വാക്യം എന്ന് പറയുന്നല്ലോ, സകല ജനവും ഞാൻ വിശ്വസിക്കുക ഈ സ്ത്രീ വാ തുറന്നിട്ട് പബ്ലിക്കായിട്ട് ഒരു വാക്ക് പറഞ്ഞിട്ട് 12 വർഷം ഒക്കത്തില്ലേ. നിങ്ങൾക്ക് അന്നത്തെ കമ്മ്യൂണിറ്റിയുടെ ആ ഗ്രിപ്പ് അറിയാൻ വയ്യാത്തോണ്ടാ ഈ സ്ത്രീ പബ്ലിക്കിനോട് ഒരു വാക്ക് വാ തുറന്ന് പറഞ്ഞിട്ട് കുറഞ്ഞത് 12 വർഷമായി. അതിനെ തമ്പുരാന്റെ എൻകൗണ്ടർ ബ്രേക്ക് ചെയ്യാം. പരസ്യമായി കൊണ്ടുവരുന്ന പുറത്തു കൊണ്ടുവരിക. എനിക്കറിയാവുന്ന സമയം കഴിഞ്ഞു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം. കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയാം. എനിക്കറിയത്തില്ല നിങ്ങളുടെ ജീവിത സാഹചര്യം എന്താണെന്ന്, നിങ്ങൾ കടന്നു പോകുന്ന പാതകൾ എന്താണെന്ന് അറിയത്തില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണോ ക്രൗഡിന്റെ കൂടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നറിയാം, ഇന്ന് രാത്രി വിശ്വസിച്ച് സ്റ്റെപ്പ് എടുത്ത് എൻ്റെ യേശുവുമായിട്ടൊരു എൻകൗണ്ടറിന് വേണ്ടി, ആ ഒരു ഗ്രിപ്പിന് വേണ്ടി എൻ്റെ യേശുവിനെ ഒന്ന് തൊടാൻ തയ്യാറായാൽ ഇന്ന് വരെയുള്ള ഒരു ചരിത്രം കൊണ്ടല്ല മടങ്ങി വീട്ടിൽ പോകുന്നത്. ഒരു പുതിയ ചരിത്രം കൊണ്ട്, ഒരു പുതിയ ഇടപാടുകൊണ്ട് എൻ്റെ ദൈവം നിങ്ങളെ മടക്കി അയക്കും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ കേട്ട ദൈവത്തിൻ്റെ ആലോചന, ഞാൻ നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ തരിക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 1 മിനിറ്റ് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. രണ്ടാമത് ഇൻവിറ്റേഷൻ ഇല്ല, ഇതൊരു ജനറൽ ഇൻവിറ്റേഷനും അല്ല. ഇന്ന് കേട്ട ദൈവത്തിൻ്റെ ആലോചന എന്നോടാണെന്ന് 100%, 99% വേണ്ട, 100% ഉറപ്പുണ്ട്. എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചാടി എഴുന്നേൽക്കാമോ? നിർബന്ധമൊന്നുമില്ല, ഒരു നിർബന്ധവുമില്ല. 100% മാത്രം. ദിസ് ഇസ് നോട്ട് എ പബ്ലിക് ഇൻവിറ്റേഷൻ, പൊതുവായിട്ടുള്ളൊരു ഇൻവിറ്റേഷൻ അല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെട്ടു എന്ന് ബോധ്യമുള്ളവർ മാത്രം, പരിശുദ്ധ പിതാവേ, ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ കെട്ടിയിരിക്കുന്ന കെട്ടുകളെ ഇന്ന് പകല് അങ്ങയുടെ ശക്തി കൊണ്ട് അറുത്തു നീക്കണമേ. ചിലതിനെ വേരോടെ അങ്ങ് പിഴുതെറിയണമേ. ഭയത്തിന്റെ ആത്മാവിനെ, മുന്നോട്ട് വിടാത്ത ആത്മാവിനെ, ക്രൗഡിന്റെ ശക്തികളെ, രോഗാത്മാക്കളെ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ചു പ്രാർത്ഥിക്കുന്നു. Would you please give these people a very special encounter with Jesus? യേശുവിനോട് അവനെ സ്പർശിക്കുന്ന പ്രൈവറ്റിൽ നിന്ന് പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ശക്തി അവരുടെ മേൽ വരട്ടെ. ജനത്തിന്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയത്തക്ക നിലയിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ നിയോഗമോ ഈ ജനത്തിന്റെ മേൽ വരേണ്ടതിന്, അങ്ങയുടെ ശക്തി ഇവരുടെ മേൽ പകരപ്പെടേണ്ടതിന് അടിയൻ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കുന്ന പ്രിയ സണ്ണിച്ചാനോട് നന്ദി അറിയിക്കുന്നു. ഒരൊറ്റ വാക്കൂടെ, ഇന്ന് വൈകിട്ട് ദൈവം അനുവദിച്ചാൽ നമ്മുടെ ചർച്ചുകളുടെ ആ കോംപ്ലക്സിൽ വെച്ച് സെമിനാരിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ അതിൽ വന്ന് സംബന്ധിക്കണം. ഞാനിവിടെ ഉണ്ട് ഒരു 4-5 മിനിറ്റ് കൂടെ. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് വന്നാൽ ഞാനത് പറയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ദൈവം